ഇന്നത്തെ ട്രെയിനർ ഷിറോണ മാമിനെ ഈ പ്രോഗ്രാമിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഞാൻ കോട്ടയത്ത് കഴിഞ്ഞ ആഴ്ച ഒരു മോളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടയം കൊല്ലം പാലയില് ബ്രില്യൻസ് അക്കാദമിയിൽ ആ സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് ഷിറോണ മാം വിളിക്കുന്നത്. ഏത് ആവശ്യം ഉണ്ടെങ്കിലും എന്ത് ആവശ്യമെങ്കിലും ഞാൻ കോട്ടയത്ത് ഉണ്ടാവും. ഫുൾ ടൈം എന്നെ എപ്പോ വേണമെങ്കിലും വിളിക്കാം. എന്റെ എല്ലാവിധ സഹായങ്ങളും കിട്ടും. ഒരിക്കലും കാണാത്ത, ഒരിക്കലും അറിയാത്ത ഒരു മേഡം നേപ്പാളിൽ നിന്ന് വന്ന് കോട്ടയത്തേക്ക് ജസ്റ്റ് ഒന്ന് ലീവിന് വന്നപ്പോൾ എന്നെ അത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിത്വത്തിന്റെ പേരാണ് മനുഷ്യത്വം എന്നുള്ളത്, അല്ലെങ്കിൽ സ്നേഹം എന്നുള്ളത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. വെൽക്കം ടു ഷിറോണ മാഡം ഓൺ ദ ഫ്ലോർ. ആൻഡ് അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ഷിറോണ മാഡത്തെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു മുഖയുടെ ആവശ്യമില്ല എന്ന് തന്നെ പറയുന്നത്. കാരണം നമുക്കിവിടെ സുപരിചിതയാണ്. പക്ഷെ ഒറ്റ കാര്യം സൂചിപ്പിക്കാതെ വയ്യ. ആക്ച്വലി മാഡം ഇന്ന് ഈ ട്രെയിനിങ് നമുക്ക് എടുക്കുന്ന യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ രാത്രി ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി കയറി ഇന്ന് ഒരു റെസ്റ്റുമില്ലാതെ മാഡം വീട്ടിലെത്തിയോ ചോദിക്കട്ടെ ആദ്യം. വീട്ടിലെത്തി. നമ്മൾ ആലോചിക്കണം, ബാംഗ്ലൂരിൽ നിന്ന് നൈറ്റിൽ വണ്ടി കയറി രാവിലെ ശരിക്കും റെസ്റ്റ് എടുക്കേണ്ട വ്യക്തിയാണ്. പക്ഷേ ആ റെസ്റ്റ് എടുക്കേണ്ട വ്യക്തിയുടെ ഒരു വ്യക്തിത്വം എന്നുള്ളത്, ട്രെയിനിങ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പാഷനാണ്. പ്രൊഫഷൻ ഓൾറെഡി ആണ്. ഏതൊരു സംഭവം വിജയിക്കണമെങ്കിലും ആ നമ്മുടെ പ്രൊഫഷൻ ഉണ്ടോ, ആ പ്രൊഫഷൻ നമ്മൾ പാഷനാക്കി മാറ്റി കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതാണ് അർപ്പണ മനോഭാവം. മുജീബ് സാർ സൂചിപ്പിച്ച പോലെ നമുക്ക് ഈ ട്രെയിനിങ് സീരീസിൽ ഇടയ്ക്ക് ഒരു ചെറിയൊരു ബ്രേക്ക്, 214ാമത്തെ ദിവസം നമുക്കൊരു ബ്രേക്ക് അടിക്കേണ്ടി വന്നപ്പോൾ അതിന്റെ അന്ന് രാത്രി എന്നോട് ചോദിച്ചു, എൻ്റെ അടുത്ത് പേഴ്സണലി എനിക്ക് മെസ്സേജ് ചോദിച്ചു, ഷിനോരമൻ ചോദിച്ചു, ഞാൻ ട്രെയിനിങ് എടുക്കാം കേട്ടോ, എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ലാതെ. അതുതന്നെയാണ് നാഗേഷ് ഏട്ടൻ സൂചിപ്പിച്ച മനുഷ്യത്വത്തെ കൂട്ടിപ്പിടിക്കുന്ന ആ ഒരു ഉത്തമ ശൃംഖലയായിക്കൊണ്ടാണ് ഈ കോഫി ടോക്ക് 7 വളർന്നുകൊണ്ടിരിക്കുന്നത്. ടുഡേ ഐ ഇൻവൈറ്റ് അവർ മോസ്റ്റ് വാല്യുബിൾ ട്രെയിനർ, നമ്മുടെ ഷിനോന മാം. മാം, ദി വെർച്വൽ പ്ലാറ്റ്ഫോം ഈസ് യുവർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മാം കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും സുഖമാണോ? സുഖാണ്. ചായ കുടിച്ചോ? കാപ്പി കുടിച്ചോ? ചായ കുടിച്ചു. കാപ്പി കുടിച്ചു. ഓക്കെ, എല്ലാവരും സുഖമാണ്. അപ്പൊ എല്ലാവരും ഇന്നത്തെ സെഷനിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ കയ്യിൽ ഒരു സിഗരറ്റ് ലാമ്പ്, ഒരു പെന്ന്, ഒരു പേപ്പർ, ഒന്നുകിൽ സിഗരറ്റ് ലാമ്പ് അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിയും മാച്ച് ബോക്സ് ആയാലും മതി. അതിൻ്റെ ഉള്ളിൽ മാച്ച് സ്റ്റിക്ക് ഉണ്ടാവണം. കയ്യിൽ കരുതുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാം പറഞ്ഞതുപോലെ, നിങ്ങൾ അനുമാനിച്ചതുപോലെ ഈ ടോപ്പിക് അതുമായി ബന്ധപ്പെട്ട ടോപ്പിക് തന്നെയാണ്, ദ അൺപാക്ഡ് ബാഗ്സ്. ഓക്കെ, എല്ലാ പ്രാവശ്യം ചോദിക്കുന്നത് പോലെ എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് കേട്ടപ്പോൾ എന്താണ് മനസ്സിലായത്? ഹലോ, എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. പറയൂ. ജയപ്രകാശ് സാർ പറയൂ. സാർ ഇന്ന് ഫുൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്, പറയൂ. റെഡി ആയിട്ട് നിൽക്കല്ലേ, ഞാൻ ടോപ്പിലേക്ക് ഇറങ്ങാണ്. ഓക്കെ അതിനോട് എന്ത് ചെയ്യാന്ന് അറിയാതെ നിൽക്കണ്. സിഗരറ്റ് ലാമ്പൊക്കെ കൈ പിടിക്കാൻ പറഞ്ഞപ്പോ. ഓക്കെ ഓക്കെ, എന്ത് മനസ്സിലായത്? പറഞ്ഞോ. ഹേമ മാഡം പറഞ്ഞോ. ഒരു പ്രകാശം പരത്തുന്ന ഒരു ഫീൽ. ഓക്കെ, പ്രകാശം പരത്തുന്ന ഫീൽ. ഓക്കെ, ശരി. ഓക്കെ, ബാക്കിയുള്ളവർക്ക് പറയാം എന്താണ് മനസ്സിലായത്. അവരുടെ മനസ്സിന്റെ ഉള്ളില് തുറക്കാത്ത വെച്ചിട്ടുള്ള കുറെ ഫീലിങ്സ് ഉണ്ടായിരുന്നു. ആ ഫീലിങ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ദേഷ്യാണെങ്കിലും സങ്കടമാണെങ്കിലും അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളത്, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, വെരി ഗുഡ്, നൈസ്. എന്തോ ഒന്ന് കത്തിച്ച് കളയാണ്ട്, ആവശ്യമില്ലാത്ത എന്തോ കത്തിച്ച് കളയാണ്ട്. ഓക്കെ, എന്തോ കത്തിച്ച് കളയാറുണ്ട്. നൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക് ഇനി ആരെങ്കിലും പറയാനുണ്ടോ? മറ്റെന്തെങ്കിലും ആശയങ്ങൾ? ഓക്കെ, അൺപാക്ഡ് ബാഗ്. നമുക്ക് എല്ലാവർക്കും പാക്ഡ് ബാഗ്സും ഉണ്ട്, അൺപാക്ഡ് ബാഗ്സും ഉണ്ട്. നമ്മൾ സാധാരണ ഒരു യാത്ര ചെയ്യുന്നത് എങ്ങനെയാ? എല്ലാവരും എങ്ങനെ സാധാരണ യാത്ര ചെയ്യുന്നത്? എന്തെങ്കിലും പാക്ക് ചെയ്തല്ലേ യാത്ര ചെയ്യുക? ഓക്കെ, ആരും കൈ വീശി പോകുന്ന ആരും ഉണ്ടാവില്ല. മീൻസ് എവിടേക്കോ പോകുന്നു, എനിക്ക് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വേണ്ട, അങ്ങനെ പോകുന്ന ആരും ഉണ്ടാവില്ല. എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് തയ്യാറെടുപ്പോടുകൂടി ഒരു ബാഗുമായിട്ടായിരിക്കും എപ്പോഴും യാത്ര ചെയ്യുന്നത്. ശരിയല്ലേ? അതെ. ഓക്കെ, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ?
ഓക്കെ. അപ്പോൾ യുവർ ഡെയിലി ക്യാരേജ് വാട്ട് ഇസ് ഇൻസൈഡ് യുവർ ബാഗ്, നിങ്ങളുടെ ബാഗിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളതൊന്ന് നിങ്ങൾ പറയാമോ? സാധാരണ നിങ്ങൾ യാത്ര ചെയ്യുമ്പം നിങ്ങൾ ബാഗ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ സാധാരണ നിങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ ബാഗിൽ എന്തൊക്കെയാണ് ഉണ്ടാവാറ്? ഡ്രസ്സസ് ഉണ്ടാവും. ഡ്രസ്സ് ഉണ്ടാവും. ബുക്സ് പിന്നെ വായിക്കാൻ ബുക്സ് ഉണ്ടാവും, ആ ഫോൺ നൈസ്, ഉണ്ടാവും. ബുക്ക് വായിക്കുന്നവരാണ്. ഫോൺ ഉണ്ടാവും, ഫോൺ ഉറപ്പായിട്ടും ഉണ്ടാവും. അതെന്ത് ഉണ്ടാവും. വന്നാലും ഫോൺ നമ്മൾ എടുക്കും അല്ലേ? ഓക്കെ, ഫോൺ യെസ്. ഉണ്ടാവും. ചാർജർ എടുക്കില്ലേ? ചാർജർ ഉണ്ട്, ചാർജർ. ഷുവർ ഷുവർ. ഫോൺ ചാർജർ എടുത്തില്ലെങ്കിലും ചാർജ് എടുക്കും. ചാർജർ ഓക്കെ, ഫോൺ എടുക്കും, ബുക്ക് എടുക്കുന്നവരുണ്ട്, ചാർജർ എടുക്കുന്നവരുണ്ട്. പിന്നെ എന്തെടുക്കുക? മേക്കപ്പ് കിറ്റ് എടുക്കുന്നവരുണ്ടാവും. ആ പിന്നെ ആ വേറെ വാട്ടർ ബോട്ടിൽ, എന്തെടുക്കുക? വെള്ളം, ആ വാട്ടർ. വെള്ളം എടുക്കും. പിന്നെ ഒരു സോപ്പ് ദിവസത്തിനാണെങ്കിൽ നമ്മളൊരു സോപ്പ് 4 ബ്രഷ് ഡ്രസ്സ് എടുക്കും. ആ അത്യാവശ്യം വേണ്ട മരുന്നുകൾ എടുക്കും. ബ്രഷ്. അത്യാവശ്യം വേണ്ട മരുന്ന് എടുക്കും. ആ ബ്രഷ് എടുക്കും. ബ്രഷ്, പേസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കും. പിന്നെ മാം, നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം നമ്മൾ എടുക്കും. അതെല്ലാം നമ്മൾ അതായത് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട രേഖകൾ, ഫയലൊക്കെ നമ്മുടെ ബാഗിലുണ്ടാവും. ഫയലൊക്കെ ഉണ്ടാവും. നമ്മൾ എല്ലാ ദിവസവും പോകുന്ന ബാഗ് ആണെങ്കിൽ അതിനകത്ത് വേറെ എക്സ്ട്രാ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ചിലപ്പോൾ ആരെങ്കിലും തന്നൊരു മുട്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടലാസ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ, ചിലപ്പോൾ എപ്പോഴോ മേടിച്ച ഒരു മുല്ലപ്പൂവിന്റെ കുറച്ച് സാധനങ്ങൾ, അതിന്റെ ബാക്കി, ചന്ദനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ചന്ദനത്തിന്റെ കുറച്ച് ബാക്കി, അങ്ങനെ കുറെ സാധനങ്ങളുള്ള ഒരു സാധനമാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നമ്മുടെ ബാഗ്. ശരിയാണോ? യെസ് യെസ്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ബാഗിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ബാഗിൻ്റെ ഉള്ളിൽ ഹിഡൻ ആയി കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. റെഡിയാണോ? യെസ്. റെഡി. റെഡിയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ആക്ച്വലി നമ്മൾക്കൊരു യാത്ര ചെയ്യണമെങ്കിൽ പലപ്പോഴും എങ്ങനെ പാക്ക് ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. ശരിയല്ലേ? നമ്മൾ ആ ഒരു സമയമാകുമ്പോൾ എന്തൊക്കെയോ എടുത്തു വെക്കും. ഒരു ദിവസത്തേന് ഇടാനുള്ള ഡ്രസ്സ്, നമുക്കിപ്പം ഒഫീഷ്യൽ ഡ്രസ്സ് ഇടണമെങ്കിൽ എങ്ങാനും എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വേറൊരു ഡ്രസ്സ് വേണ്ടി വന്നാലോ, എങ്ങാനും ഒരു സ്റ്റേ ഉണ്ടെങ്കിൽ ഞാൻ എന്തിടും, അപ്പോൾ ഒരു ഡ്രസ്സ്, പിന്നെ നമ്മൾ ഒരു ഡ്രസ്സ് നനഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അങ്ങനെ ഒരുപാട് ഡ്രസ്സുകളൊക്കെ എടുത്ത് ഒരുപാട് ലോഡുമായിട്ടാണ് എപ്പോഴും എല്ലാവരും യാത്ര ചെയ്യാറ്. ശരിയല്ലേ? യെസ് യെസ് യെസ്. ഹലോ, യെസ് ആരും യെസ്. ഉറങ്ങി യെസ് പോകരുത്. യെസ് യെസ് യെസ്. ഞാൻ ഉറങ്ങുന്നില്ല, അപ്പൊ നിങ്ങൾ ആരും ഉറങ്ങാൻ പാടില്ല. ഓക്കെ. അപ്പൊ നമ്മൾ എല്ലാവരും ഒരുപാട് വെയിറ്റുമായിട്ടാണ് യാത്ര ചെയ്യാറ് സാധാരണ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ഐഡിയ തരുമായിരുന്നു. അതായത് നമ്മുടെ ഈ ഒരു ബാഗിൽ നമ്മൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള സാധനം ഇടുമ്പോൾ നമുക്ക് യാത്ര ചെയ്യാൻ ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ട് വരാറുണ്ടോ? ബുദ്ധിമുട്ട് വെയിറ്റ് വരാറുണ്ടോ? കൂടുമ്പോ ബുദ്ധിമുട്ടും. വെയിറ്റ് കൂടുമ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? യാത്ര ഇപ്പോൾ ഒരു ടൂറിന് പോകാന്ന് വിചാരിച്ചോ. ടൂറിന് പോകുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ചെറിയൊരു ബാഗ് ആയിരിക്കും എടുത്തത്, പക്ഷെ അതിനുള്ളിൽ നമ്മൾ കുത്തി നിറച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കാരണം നമുക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരും. കുറച്ചു നേരം കഴിയുമ്പോൾ ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കണം നമുക്ക് തോന്നും, അല്ലെങ്കിൽ ഇത്ര എടുക്കണ്ടാണെന്ന് തോന്നും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ആകെ ഒരൊറ്റ ഡ്രസ്സേ ഉപയോഗിച്ചുള്ളൂ, ബാക്കിയുള്ളതെല്ലാം തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആ ഒരു മനസ്സിന്റെ അവസ്ഥ ഓർത്ത് വെക്കേ, ഇതിനു വേണ്ടിയാണോ ഞാൻ ഇതെല്ലാം എടുത്തത്? തോന്നാറില്ലേ നാഗേഷ് സാറേ? ഡെഫിനറ്റ്ലി ഇത് എന്റെ അനുഭവമാണ്. അനുഭവമാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു സാഹചര്യത്തിൽ, ഏതൊരു സ്ഥലത്ത് പോകുമ്പോഴും, നമ്മളൊരു മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിലും പാക്ക് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും ഒരു അൺപാക്ഡ് ആയിട്ടുള്ളൊരു ഗിൽറ്റ് ഉണ്ട്, ഫിയർ ഉണ്ട്, റിഗ്രറ്റ് ഉണ്ട്. ഈ ഒരു സാധനങ്ങളുമായിട്ടാണ് നമ്മൾ ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മളൊന്ന് എടുത്തു നോക്കി, അൺപാക്ഡ് ആയിട്ടുണ്ട് ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റബോധം കൊണ്ടുകൊണ്ട് അയ്യോ ഞാൻ അന്ന് ചെയ്തത് അവർക്ക് വിഷമമായിട്ടുണ്ടാവോ, അല്ലെങ്കിൽ ഞാൻ അന്ന് ചെയ്ത് ശരിയായോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ. പാസ്റ്റിൽ ജീവിക്കുന്ന കുറെ ആൾക്കാർ, അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്കും ബാധകമാണ്. ഓക്കെ, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ചർച്ച ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു സെഷൻ ആവട്ടെ ഇത്. ഓക്കെ, അപ്പൊ അൺപാക്കിംഗ് ആയിട്ടുള്ള ഒരു ഗിൽറ്റ്, അതായത് ആ ഒരു കുറ്റബോധമായിട്ട് നടക്കുന്നവര്, അവർക്കെന്ന് പറഞ്ഞാൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരിക്കലും ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കില്ല, ഒരിക്കലും പ്രസന്റിനെ കുറിച്ച് ചിന്തിക്കില്ല. എപ്പോഴും ചിന്തിക്കുന്നത് എന്താ? പാസ്റ്റ്. അയ്യോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ഞാൻ ആ ഭക്ഷണം കഴിക്കേണ്ടായിരുന്നു, ആ വ്യക്തിയുടെ കൂടെ ജീവിക്കേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ സാഹചര്യം എനിക്ക് ഉണ്ടാവാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ ചിന്തിക്കുന്ന കുറെ മനുഷ്യർ. അടുത്ത് നിന്ന് ഫിയർ, എന്തിനെയൊക്കെയോ പേടിക്കുന്നു. അയ്യോ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് തോന്നും, അല്ലെങ്കിൽ രാത്രിയിൽ ഞാൻ അങ്ങ് ആ ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ തിരിച്ചെങ്ങനെ വരും,
അല്ലെങ്കിൽ ഇന്നൊരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ അത് ശരിയാകുമോ, എന്തൊക്കെയോ ആരൊക്കെയോ പേടിക്കുന്ന ഒരു വിഭാഗം. അടുത്തത് റിഗ്രറ്റ്. റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് റിഗ്രറ്റ്? നമ്മള് ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ചെയ്ത് ശരിയായില്ല എന്ന് പിന്നീട് തോന്നുന്ന ഒരു ആ ചിന്ത. അത് കുറ്റബോധം. ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റബോധം. യെസ് യെസ്, കുറ്റബോധം. കുറ്റബോധം. ഓക്കെ, ഗിൽറ്റും കുറ്റബോധം ഏകദേശം ഒരേ ഒരു റേഞ്ചിൽ വരുന്ന സാധനങ്ങളാണ് അല്ലെ. ഈ റിഗ്രറ്റും കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ ചിലപ്പം ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം, നമ്മുടെ ഭാഗത്തു നിന്ന് തെറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ആ ഒരു തെറ്റുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്കൊരു മിസ്റ്റേക്ക് വന്നു, നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആ തെറ്റിനെ തിരുത്തി മുന്നോട്ട് പോകാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് മുന്നിൽ എന്താ ഒരു ഫ്യൂച്ചർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രസന്റിലാണ് ജീവിക്കുന്നത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പുറകിലുള്ളതിനെ ഓർത്ത് ടെൻഷനായി, അയ്യോ ഞാൻ ആ തെറ്റ് ചെയ്തു പോയി, ഓരോ ദിവസവും ആ തെറ്റ് ചെയ്തു പോയി എന്നുള്ള ആ ഒരു ഫീലിംഗ് കൊണ്ട് എന്ത് സംഭവിക്കുക? നമുക്ക് ഒരിക്കലും പ്രസന്റിൽ ജീവിക്കാൻ പറ്റാതെ ആയി പോകും. നമ്മുടെ ബാക്ക് പാക്ക് നന്നായിട്ട് പാക്ക് ചെയ്യാൻ പറ്റാതെ എന്തൊക്കെയോ കുറെ ലോഡുമായിട്ട്, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ സാധനങ്ങളുമായിട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ്. നമുക്ക് ഒരിക്കലും ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ? യെസ് ശരിയാണോ? യെസ്. ഓക്കെ. യെസ്. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഒരിക്കലും ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ ബേഡൻ കാരണം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് പലപ്പോഴും ചെയ്യാറ്. ഓ, നാളെ പോണോ, അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെ ചെയ്യണോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പുറകിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഹെവി ആയിട്ടുള്ള, ഇപ്പൊ നമ്മുടെ ബാഗിൽ വലിയ രണ്ട് കല്ല് വെച്ച് തന്നു. ഈ ഒരു രണ്ട് കല്ലുമായിട്ട് നമ്മൾ എങ്ങനെ യാത്ര ചെയ്യും? കുറച്ചു നേരം കഴിയുമ്പോൾ പുറം വേദനിക്കാൻ തുടങ്ങും, കുറച്ചു നേരം കഴിയുമ്പോൾ നടുവേദനിക്കാൻ തുടങ്ങും, അവിടെ റെസ്റ്റ് എടുക്കാന്ന് വിചാരിക്കും, പിന്നെ ക്ഷീണമായി ഉറങ്ങാന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ ഹെവിയർ ആയിട്ടുള്ള വെയിറ്റ് നമ്മുടെ യാത്രയ്ക്ക് എപ്പോഴും ഒരു തടസ്സമാണ്. നാഗേഷ് സാറേ, തടസ്സമാണോ? സാർ ഉറങ്ങിപ്പോയോ? തടസ്സമാണ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് തടസ്സമാണ്. ഓക്കെ, അപ്പോൾ ദ ഹെവിയർ വെയിറ്റ് ഓഫ് ഫിയർ, പേടിയുടെ ഒരു വലിയ വെയിറ്റ്, ഓർ ദ ലൈറ്റർ ഷാഡോ ഓഫ് റിഗ്രറ്റ്. നമ്മൾ ചിലപ്പോൾ നമ്മൾ ഒരു ലിറ്ററേച്ചർ പരമായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ മരണനിഴലിന്റെ താഴ്വരയിലൂടെ പോകുമ്പം അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതായത് നമ്മൾ ആ ഒരു താഴ്വരയിൽ നമ്മളായിട്ട് കണ്ടെത്തിയ കുറെ താഴ്വരകളാണ്, നമ്മളായിട്ട് ആ ഒരു റിഗ്രറ്റിലൂടെ പോവുക, അല്ലെങ്കിൽ ആ ഒരു ഷാഡോയിലൂടെ പോവുക. അങ്ങനെ പോകുമ്പോൾ നമ്മളെ അത് വല്ലാതെ നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. അല്ലെങ്കിൽ ഹെവിയർ ആയിട്ടുള്ള ഒരുപാട് ഭാരം ഏറ്റെടുത്തുകൊണ്ട് നടക്കുക, വീട്ടുകാരുടെ, നാട്ടുകാരുടെ, ഒരു ആവശ്യമില്ലാത്ത കൂട്ടുകാരുടെ, അവരുടെ ഇവരുടെയൊക്കെ ഭാരം എടുത്ത്, നമുക്ക് നമ്മുടെ ഭാരം തന്നെ ഇഷ്ടം പോലെ ഉണ്ട്, പോരാഞ്ഞിട്ട് നമുക്ക് അവിടെ ഇവിടെയുള്ള ഭാരങ്ങളെല്ലാം എടുത്ത് നടക്കുന്ന വ്യക്തികൾ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒന്ന് അൺസിപ്പ് ചെയ്യാൻ പോവുക. സിബിട്ട ആ ഒരു ബാഗ് നമ്മളിങ്ങനെ എല്ലാ വെയിറ്റുമായിട്ട് നമ്മൾ ആ ബാഗ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എപ്പം പോകാനും റെഡി ആകുമ്പോഴും ഈ സാധനം നമ്മുടെ തോളിലേക്ക് വെക്കും. ശരിയല്ലേ? എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എപ്പോഴും. സങ്കടങ്ങള്, ബുദ്ധിമുട്ടുകള്, പ്രശ്നങ്ങള്, കടങ്ങള്, ഭാരങ്ങള്, നമ്മളോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തു പോയി, ഇങ്ങനെ ചെയ്തു പോയി, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും ടെൻഷനുകളും സങ്കടങ്ങളുമായിട്ട് നമ്മൾ ഓരോ ദിവസവും ഈ ഒരു ബാഗ് റെഡിയാക്കി വെച്ചിരിക്കുക. രാവിലെ ഇത് എടുത്തിട്ട് പോവും. എല്ലാവരുടെ അവസ്ഥ ഇതാണോ, അതോ എന്റെയും ചന്ദ്രിക മാമിന്റെയും നാഗേഷ് സാറിന്റെ ഒക്കെ മാത്രം അവസ്ഥയാണോ? അല്ല, കോമൺ ആണ്. അല്ല, എന്റെ ഇപ്പൊ കോമൺ അവസ്ഥ ആയെന്ന് അങ്ങനെയല്ല പറയാൻ കേട്ടോ. പറ്റില്ല. എന്റെ അവസ്ഥ ഇന്ന് അങ്ങനെയല്ല ഇപ്പൊ. ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്, റെയർലി ഇന്ന് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്താൻ ഇത്തിരി പാടാണെന്നേ ഉള്ളൂ. അപ്പൊ അൺസിപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യത്തെ നമ്മൾ ഇന്നത്തെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ബാഗിനെ നമ്മൾ അൺസിപ്പ് ചെയ്യാൻ പോവാ. നമ്മൾ ആ ഒരു ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സാധനങ്ങളെല്ലാം എടുത്തു മാറ്റിയിട്ട് നമുക്കൊരു നല്ല വ്യക്തിയായി, നല്ലൊരു യാത്രക്കാരനാവാൻ പറ്റുന്നുണ്ടോ? നമ്മളെല്ലാവരും യാത്രക്കാരല്ലേ? എവിടെയെങ്കിലും സ്ഥിരമാവാറുണ്ടോ? എവിടെ സ്ഥിരമാവാറില്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു രീതിയിലേ അല്ല നാളെ ജീവിക്കുന്നത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ഇന്ന് നിങ്ങളുടെ വീട്ടിലൊക്കെ വഴക്കുണ്ടാവാറുണ്ടോ? ഇല്ല. ഉണ്ടാവാറുണ്ട് ചിലപ്പോഴൊക്കെ. വല്ലപ്പോഴൊക്കെ. നിങ്ങൾ എത്ര സ്നേഹിക്കുന്ന ആൾക്കാരാണേലും എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ വഴക്കുകൾ ഉണ്ടാവും അല്ലേ? അപ്പൊ ഇത് നമ്മൾ പ്രതീക്ഷിക്കാറുണ്ടോ? ഓക്കെ, ഇന്ന് ഞാനും ഹസ്ബൻഡുമായിട്ട് അടി ഉണ്ടാവും, അല്ലെങ്കിൽ ഞാനും അമ്മയുമായിട്ട് അടി ഉണ്ടാവും. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാറുണ്ടോ? പ്രതീക്ഷിച്ചിട്ടാണോ അടി ഇല്ല ഉണ്ടാവുന്നത്? ഇല്ല 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 ഇല്ല. അല്ല. ഉണ്ട്, അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. പ്രതീക്ഷിച്ചൊക്കെ അടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി കഷ്ടമാണല്ലോ.
ഓക്കെ, ഇന്ന് വൈകിട്ട് അടി ഉണ്ടാക്കണം, അങ്ങനെ ആരും ചിന്തിക്കുമെന്ന് തോന്നില്ല. ഇന്ന് വൈകിട്ട് ഞാൻ ചെന്നിട്ട് അടി ഉണ്ടാക്കണം, അങ്ങനെ ചിന്തിക്കുമെന്ന് തോന്നില്ല. ഓട്ടോമാറ്റിക്കലി എന്തൊക്കെയോ കാര്യം പറഞ്ഞു വരുമ്പോൾ അവിടെ ഒരു ചേർച്ചയില്ലാതെ വരികയും അവിടെ ഒരു വഴക്കുണ്ടാവുകയും ചെയ്യുന്നു. ഓക്കെ, അതിന് പല റീസൺസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റീസൺ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന കാര്യങ്ങൾ, പ്രതീക്ഷിച്ച് സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഓരോ ദിവസവും ഡിഫറെൻ്റ് ആണ്. ഇന്നത്തെ ഒരു ദിവസം പോലെയല്ല അടുത്ത ദിവസം. അപ്പോൾ നമ്മൾ പക്ഷേ ഈ ഒരു ലോഡ് ഒരിക്കലും താഴെ വെക്കില്ല. കുറച്ച് കല്ലും മണ്ണും ടെൻഷനും സങ്കടവും ഇത് ഒരിക്കലും താഴെ വെക്കില്ല. ഇത് എപ്പോഴും പുറകിലുണ്ടാവും. നിങ്ങൾ സ്കൂളിൽ പഠിച്ച സമയം ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് ടൈം ടേബിൾ തന്നിട്ടുണ്ടാവും. ഓരോ ആഴ്ചയിലേക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ ആണ്. പക്ഷെ നമ്മൾ ഓരോ ദിവസവും ഡിഫറെൻറ്റ് ടൈം ടേബിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യും? ടൈം ടേബിൾ എടുക്കില്ല. 10 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ 10 സബ്ജക്റ്റുമായിട്ട് എല്ലാ ദിവസവും യാത്ര ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? പുറം വേദനിക്കും. ശരിയല്ലേ? അപ്പൊ നമുക്ക് അൺസിപ്പ് ചെയ്യാൻ പറ്റണം. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്ന് നമ്മൾ എപ്പോഴും പരിശോധിക്കണം. ആവശ്യമില്ലാത്ത സാധനങ്ങൾ കളയാൻ സ്ത്രീകൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലേ? നമ്മളെല്ലാം എടുത്തു വെക്കും. ഡ്രസ്സ് എടുത്തു വെക്കും. നമ്മൾ ആദ്യം ഉപയോഗിച്ച സാധനം, അങ്ങനെ അത് സ്ത്രീകൾ മാത്രമല്ല, അങ്ങനെ എടുത്തു വെക്കുന്ന പുരുഷന്മാരും ഉണ്ട്. അതൊരു അസുഖത്തിന്റെ ഭാഗമാണ്. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു രീതി നമ്മൾ മാറ്റിയാൽ, നമുക്കിപ്പോൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം. യാത്ര ചെയ്യുമ്പോൾ ആ ബാഗിൽ ആവശ്യമില്ലാത്ത മേക്കപ്പ് കിറ്റ്, 1 കിലോ മേക്കപ്പ്, ഒരു ദിവസത്തേന് നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ 4 ഡ്രസ്സ്, അതിനുള്ളിൽ മറ്റൊരു ബാഗ്, ആ ബാഗിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വേറൊരു കവറ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളായിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു രീതിയെ നമുക്ക് ആസ്വദിക്കാനോ സാധിക്കില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഗിൽറ്റ്, റിഗ്രറ്റ്, ഇങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അൺപാക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്, അൺസിപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാഗിനുള്ളിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ ഒരു സാധനങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് എന്തൊക്കെയായിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ ഇന്നർ ഹീലിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാത്ത, എല്ലാ ദിവസവും ഈ ഒരു ബേഡനുമായിട്ട് ഞാൻ യാത്ര ചെയ്യുകയാണ്, എൻ്റെ ബാഗിൽ ഇത് ഉറപ്പായിട്ടുണ്ടാവും. എനിക്ക് ദേഷ്യം വരും, എനിക്ക് സങ്കടം വരും, ഞാൻ പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുമായിട്ട് എനിക്ക് ദേഷ്യമുണ്ട്, അത് ഞാൻ കൊണ്ടുപോയി നടക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയാൻ പറ്റുമോ? അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് സാധാരണ നിങ്ങൾ റെഗുലർലി കൊണ്ടുപോയി നടക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ്? പാസ്റ്റ് ലൈഫില് നമ്മളെ കുട്ടിക്കാലത്തുള്ള ഇതൊക്കെ ചിലര്, ഞാനല്ല പക്ഷെ പലരും അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, കുട്ടിക്കാലത്തുള്ള ചില അനുഭവങ്ങള്. ആ, കുട്ടിക്കാലത്തുള്ള അനുഭവങ്ങളുമായിട്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്നവര്. പിന്നെ ബാക്കിയുള്ളവർക്ക് എന്തൊക്കെയാ പറയാനുള്ളത്? ഹലോ. ഏതൊരാളുടെ ലൈഫിലും ട്രാജഡീസ് ഉണ്ടാവും. അത് എത്ര എല്ലാ അർത്ഥത്തിലും ഉണ്ടെങ്കിലും മറ്റൊരു തരത്തിലുള്ള ഒരു ട്രാജഡി ഉണ്ടാവാത്തവരുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ ട്രാജഡികളെ മറന്ന് നമ്മളെ ജീവിതത്തിലുള്ള നല്ല അനുഭവങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ഉള്ള ഒരു മനസ്സുണ്ടാക്കുക. ഓക്കെ, ആ ട്രാജഡീസ് നമ്മൾ റെഗുലർലി കൊണ്ട് നടക്കുന്ന ആ ഒരു ബാഗിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. എന്തൊക്കെയാണ് നമ്മളെ എല്ലാ ദിവസവും ഈ സാധനം എൻ്റെ ബാഗിനുള്ളിൽ ഉണ്ടാവും? നമ്മുടെ മേക്കപ്പ് കിറ്റ് എന്താണേലും ബാഗിലുള്ളതുപോലെ, അല്ലെങ്കിൽ ഒരു ബുക്ക് എൻ്റെ കയ്യിൽ എന്താണേലും ഉള്ളതുപോലെ, പെൻ എൻ്റെ കയ്യിൽ ഉള്ളതുപോലെ. നമ്മൾ ഒരു ബുക്കേ വായിക്കുള്ളൂ, പക്ഷെ നമ്മുടെ കയ്യിൽ 4 ബുക്ക് വായിക്കുന്നവരാണെങ്കിൽ 4 ബുക്ക് വെക്കുന്നത് പോലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇമോഷണൽ ബാഗിൻ്റെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കാറുള്ളത്? ചില മാഡം, ചില വ്യക്തികളോട് നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും ദേഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അവരോട് എങ്ങനെയെങ്കിലും പകരം വീട്ടണം എന്നുള്ള ഒരു ടെൻഡൻസി കുറെ ആളുകളിൽ കൊണ്ടു നടക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു സെൽഫ് അവയർനെസിന്റെ ഭാഗമാണ് അല്ലെ? അപ്പൊ അത് പലരും ചെയ്യാറുള്ളതാണ്. ഒരാളുമായിട്ടുള്ള ഒരു ദേഷ്യം മനസ്സിൽ കൊണ്ടുപോയി നടക്കുക. അതുകൊണ്ട് ആക്ച്വലി ആർക്കാണ് ബുദ്ധിമുട്ട്? നമുക്ക് തന്നെ കൊണ്ട് നമുക്ക് നടക്കുന്ന ആൾ. തന്നെയാണ് ബുദ്ധിമുട്ട് വരുന്നത് അല്ലേ? ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ലൈഫിന് ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ജേർണിക്ക് തടസ്സം നിൽക്കുന്ന ആരാണെങ്കിലും ഓട്ടോമാറ്റിക്കലി മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് ദേഷ്യം വരും. ആ ഒരു ദേഷ്യം പകയായിട്ട് വളരുകയും അത് ചിലപ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള ജേർണിക്ക് തടസ്സമായിട്ട് മാറുകയും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ബാഗിൽ നിന്ന് അൺസിപ്പ് ചെയ്യേണ്ടിയ ഒരു കാര്യമാണ്. ഓക്കെ, ദേഷ്യം വരിക അല്ലെങ്കിൽ പക വരിക, അത് നമ്മൾ അൺസിപ്പ് ചെയ്യണം. വേറെന്താ? നമ്മുടെ പേടികൾ ഉണ്ടാവില്ല, പലർക്കും പലതരത്തിലുള്ള പേടികൾ ഉണ്ടാവില്ല. അതെ, തീർച്ചയായിട്ടും പലർക്കും പലതരത്തിലുള്ള, രാത്രിയെ പേടിക്കുന്നവരുണ്ട്, ഭാര്യയെ പേടിക്കുന്നവരുണ്ട്, ഭർത്താവിനെ ഇവരെയൊക്കെ പേടിച്ചാണോ ജീവിക്കേണ്ടേ? അല്ല, അല്ല. ഒരിക്കലല്ല. ഓക്കെ, സ്നേഹിച്ചോണ്ട് അല്ലെങ്കിൽ ജീവിക്കണം. മക്കളെ പേടിക്കുന്നവരുണ്ട്.
ഇന്നത്തെ ഒരു ഇതില് കാണുന്നത് മക്കളെ പേടിക്കുന്നവര്. ഓക്കെ ഓക്കെ. അപ്പൊ ഒരുപാട് തരത്തില് പേടിയുമായിട്ട്, ഇതിപ്പോ ഞാൻ ആൾക്കാരുമായിട്ടുള്ള പേടിയാണ് പറഞ്ഞത്, അല്ലാതെ ഒരുപാട് തരത്തിലുള്ള പേടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പേടി നമ്മൾ മാറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് എന്തെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുമോ? ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ല ഈ ഇല്ല. ഒരു ആലോചന നമ്മളെപ്പോഴും പുറകിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താ ഉള്ളത്? ആവലാതി ഉണ്ടാവില്ല, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആ ഇനി അതെന്താവും എന്നുള്ളൊരു ആവലാതി. അതെ, ആൻസൈറ്റി. ആൻസൈറ്റി നമ്മൾ അതെ, ആൻസൈറ്റി. തീർച്ചയായിട്ടും നമുക്ക് എന്ത് ഞാൻ ചെയ്യും നാളെ. ഇപ്പൊ ചില ആൾക്കാരോട് നമ്മൾ സംസാരിച്ച് വരുമ്പോൾ, ഞാൻ പേഷ്യൻസിന്റെ കാര്യം പറയുന്നത്, അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ദൈവമേ ഇവർക്ക് ഇത്രയും ടെൻഷനോ എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു. അയ്യോ, നാളെ ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, കല്യാണം കഴിച്ചിട്ടില്ല, 18 വയസ്സേ ഉണ്ടാവുള്ളൂ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് മക്കളുണ്ട്, അവരെ എങ്ങനെ സ്കൂളിൽ വിടും, വളരെ സങ്കടമാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ അത്രയും എക്സ്ട്രീം ആയിട്ട് സങ്കടപ്പെടുന്നവര്. ഹലോ ഈശ്വർ, ഹലോ. ഓക്കെ, അപ്പോൾ അത്രയും എക്സ്ട്രീം ആയിട്ട് സങ്കടപ്പെടുന്ന ആൾക്കാര് നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് എപ്പോഴും സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മളെ തിരിച്ചു വലിക്കുന്ന ഒരു ഘടകമാണ്. മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ നമ്മുടെ ലൈഫിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന എന്തെങ്കിലും കാര്യം? ശത്രുക്കൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം. ശത്രുക്കൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭയം. ആക്ച്വലി ഈ ശത്രു ഒരിക്കലും ഒന്നും ചെയ്യത്തുമില്ല. നമ്മൾ ഈ ഭയം കാരണം പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങളും, നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് പോവില്ല. അവിടെ ആ ശത്രു വന്നാലോ, നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ശത്രു ആരാണേലും ആ വ്യക്തി എങ്ങാണ്ട് വന്നാലോ നമ്മൾ എന്ത് ചെയ്യും? അവരെ എങ്ങനെ ഫേസ് ചെയ്യും? ഇങ്ങനൊരു പേടി കാരണം നമ്മൾ എന്തോ ഒരു ഓപ്പർച്യൂണിറ്റീസ് പോയിട്ടുണ്ട്. ശരിയാണോ? യെസ് യെസ് യെസ്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ആരെയൊക്കെയോ പേടിച്ച് നമ്മൾ നമ്മുടെ പ്രസന്റ്, ഇന്ന് ടുഡേ എന്നൊരു ലൈഫ്, ഇന്നത്തെ ഒരു നിമിഷം നമ്മൾ ആസ്വദിക്കാൻ പറ്റാതെ, മുന്നോട്ട് പോകാൻ പറ്റാതെ, ഇന്നത്തെ ഒരു നിമിഷത്തെ നമ്മൾ മറന്ന് പുറകിൽ അയ്യോ പേടിച്ച് ജീവിക്കുന്ന, ശത്രുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. ഇതെല്ലാമാണ് നമ്മളെ പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ അൺസിപ്പ് ചെയ്യേണ്ടിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് ഈ ഒരു കാര്യം എഴുതാവോ? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിക്കേ. നിങ്ങളുടെ അത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എഴുതണം എന്നില്ല, നിങ്ങളുടെ പ്രശ്നം എന്താണോ അത്. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ പൊതുവെ പറയാൻ പറ്റില്ല, സ്പെസിഫിക് ആയിട്ട് ഇന്ന വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തു, അത് എന്നെ പുറകോട്ട് വലിക്കുന്നു എന്ന കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാം. കൃത്യമായിട്ടൊരു പേപ്പറിൽ എഴുതിക്കേ. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ബേഡൻ എന്താന്നുള്ളതൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം അതിനെ നിങ്ങൾ എഴുതുക. ഷെറോണ മാം, എനിക്കിപ്പോ എഴുതാൻ കഴിയില്ല, ഞാൻ കുഴപ്പമില്ല കുഴപ്പമില്ല. കിച്ചണിലാണ്. എഴുതാൻ കഴിയാത്തവർ എഴുതണ്ട, കഴിയുന്നവർ മാത്രം എഴുതിയാൽ മതി. മനസ്സിലെങ്കിലും നിങ്ങൾക്ക് അത് കൊണ്ടുവരാം. ഓക്കെ ഓക്കെ. ഉം. ഓക്കെ, അതെന്തും ആയിക്കോട്ടെ, പക്ഷെ അത് കൃത്യമായിട്ട് അതിന്റെ വെയിറ്റ്, അതിന്റെ ഭാരം എന്തുമാത്രമാണോ ആ ഒരു ഭാരം കൃത്യമായിട്ട് അതിൽ എഴുതി വെക്കുക. നിങ്ങൾക്ക് ദേഷ്യം വരുന്നു, സങ്കടം വരുന്നു, അല്ലെങ്കിൽ ഇന്ന വ്യക്തി എന്നോട് ഇന്ന കാര്യം ചെയ്തത് എനിക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കി, അത് ആ ഒരു പോയിന്റ് ആയിരിക്കാം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാത്തത്. നമ്മുടെ ആ ഒരു ഭാരമായിട്ട് നമ്മളെ പുറകിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ആ ഒരു ബാക്ക് പാക്ക് അതായിരിക്കാം. അപ്പോൾ അതിന് നിങ്ങൾ അത് പേപ്പറിലേക്ക് എഴുതുക. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞോ? എഴുതിയോ? എത്ര പേര് എഴുതി? ഹലോ, ആരെങ്കിലും എഴുതിയോ? ഞാനത് ഇമാജിൻ ചെയ്യണം. ഓക്കെ, എഴുതി. എഴുതി എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എഴുതിയവരുണ്ട്, കുറെ എഴുതാനുള്ളതിനെ കൊണ്ട് എഴുതി തീരുന്നുണ്ട്. ഓക്കെ, എഴുതിയവരും എഴുതാത്തവരും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ നിങ്ങൾ അത് എഴുതി കഴിഞ്ഞു. ഇനി ആ ഒരു പേപ്പറിനെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയേ, ഒന്ന് ചുരുട്ടാൻ പറ്റുമോ നോക്കിയേ. ചുരുട്ടാൻ പറ്റുന്നുണ്ടോ? ആ പേപ്പറിനെ ചുരുട്ടി ആ പേപ്പറിനെ ഒന്ന് സ്ലോലി നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുക, ഓക്കെ, ഞാൻ ആ ഒരു ഭാരത്തെ എൻ്റെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റാൻ പോവുകയാണ്. ഇനി ആ ഒരു ഭാരം എൻ്റെ ലൈഫിന് ഒരു പ്രശ്നമായി മാറരുത്, ഒരിക്കൽ പോലും എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നമായി മാറരുത് എന്ന് മനസ്സിൽ നന്നായി ചിന്തിച്ച്, നിങ്ങളുടെ അടുത്തിരിക്കുന്ന സിഗരറ്റ് ലാമ്പ് ആണെങ്കിൽ സിഗരറ്റ് ലാമ്പ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമാണെങ്കിൽ തീപ്പെട്ടി ആണെങ്കിൽ തീപ്പെട്ടി, അങ്ങനെ ആ ഒരു സാധനത്തിനെ കത്തിച്ചേ. ഒരു പേപ്പർ ആയിരിക്കണം, ബുക്കോടെ കത്തിക്കരുത്. യെസ് യെസ്.
കത്തിച്ചോ? യെസ്. കാണിച്ച്, കത്തിച്ചത് കാണിച്ച്. അവിടെ വീട് മൊത്തം കത്തിക്കരുത് കേട്ടോ. മനസ്സിൽ കത്തി. ഓക്കെ, ശരി. അപ്പൊ കത്തിച്ചവരൊന്ന് കാണിച്ചേ, വീഡിയോയിൽ വരാം. ആ, നൈസ് നൈസ്. ഓക്കെ, അത് കത്തി പൊക്കോട്ടെ, മൊത്തത്തിൽ കത്തി പൊക്കോട്ടെ. ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള സമയം. ഓക്കെ, കത്തി. ഓക്കെ, അപ്പോൾ ഇനി ഒരിക്കലും ആ ബേഡന്റെ പുറകെ പോകരുത്. അത് ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു സമൂഹം ആയിക്കോട്ടെ, നിങ്ങൾ ഒറ്റപ്പെടുത്തി ആയിക്കോട്ടെ, നിങ്ങളുടെ പേടി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങളെ പുറകോട്ട് വലിക്കാൻ ഈ ലോകത്തിൽ എല്ലാവരും നിന്നാലും നിങ്ങൾ വിചാരിക്കുവാണ് പറ്റില്ല, ഞാൻ മുന്നോട്ട് തന്നെ പോകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ ഒരിക്കലും തകർക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തി, അതായത് നിങ്ങളുടെ ഇമോഷണൽ ബാഗ് നല്ലതാണെങ്കിൽ ഒരിക്കലും നിങ്ങളെ പുറകിലേക്ക് വലിക്കാൻ പറ്റില്ല. ഒരു ട്രാവലർ എപ്പോഴും ചിന്തിക്കേണ്ടത് ഞാനൊരു ബാഗേജ് ആണെന്നല്ല, ഞാനൊരു ട്രാവലറാണ്, ഞാനൊരു യാത്രക്കാരനാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ യാത്രക്കാരാണ്. ഇന്ന് വരെ മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ മാത്രം നിന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഇതുവരെ ഞാൻ പോയിട്ടില്ല, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും ഒരു സ്റ്റേറ്റിലേക്ക് പോയത്. മറ്റൊരു രാജ്യത്തിലേക്ക് പോയിട്ടില്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പുതിയ കുറെ കാര്യങ്ങൾ ചെയ്യുക. അതായത് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലെടുക്കാം, അതിന് മനസ്സിലൊരു തീരുമാനം എടുക്കുക. അതിന് വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മുടെ ഈ ലോകം എന്ന് പറയുന്ന അത്ര മനോഹരമായിട്ടുള്ള ഒരു ലോകമാണ്. ഒരുപാട് കാണാന്, ഒരുപാട് ചിന്തിക്കാന്, ഒരുപാട് അറിയാനുള്ള ഒരു ലോകമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഭാരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും നമുക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് എനിക്ക് മനസ്സിലായത്, അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതി കത്തിച്ച കാര്യം ഇനി ഒരിക്കലും അത് ചിന്തിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ആ പുറകോട്ട് വലിക്കുന്ന ഒരു സാധനത്തിന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, ഇങ്ങനെ കത്തിച്ച് കളയുക. അറ്റ്ലീസ്റ്റ് അത് ഒരു പേപ്പറിൽ നിങ്ങൾ എഴുതുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? ഓക്കെ, നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു, നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. അതിനേക്കാൾ വലിയൊരു കാര്യമില്ല. നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പേപ്പർ എടുക്കുക, അത് എഴുതുക. എൻ്റെ ബേഡൻ ഇതാണ്, ഇന്ന വ്യക്തിയോട് എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്. അതിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ ശ്രമിക്കുക. എന്നിട്ട് അവർ ക്ഷമിക്കുന്നില്ല, നിങ്ങൾക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നുകയാണെങ്കിൽ വിട്ടുകളയുക. കാരണം നമുക്ക് മുന്നോട്ട് ജീവിച്ചേ പറ്റുള്ളൂ. സോ ഐഡന്റിഫൈ ദ ബേഡൻ. നിങ്ങളുടെ പ്രശ്നത്തെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, ഒരു പേപ്പർ എടുത്ത് അതിനെ എഴുതുക, എന്നിട്ട് ലെറ്റിംഗ് ഗോ. അതിനെ നമ്മൾ വാനിഷ് ചെയ്ത് കളയുക. ഒന്നെങ്കിൽ കത്തിച്ച് കളയുക, അല്ലെങ്കിൽ ചുരുട്ടി കളയുക, എന്തെങ്കിലും ചെയ്യുക. കത്തിച്ച് കളഞ്ഞാൽ പിന്നെ ആരും അത് നോക്കാൻ വരില്ല. ആരോടാണ് നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നെന്നുള്ളത് ആരും നോക്കാൻ വരുന്നില്ല. ആ നിങ്ങളും നിങ്ങളുടെ മനസാക്ഷിയായിട്ടുള്ള പ്രശ്നമാണ്. അതിനെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, സേഫ് ആയിട്ട് അതിനെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിഷ്വലി അത് കത്തിച്ച് കളയുന്നത് നിങ്ങൾ കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് വരികയാണ്, ഓക്കെ, ആ ഒരു പ്രശ്നം സോൾവ് ആയി. നിങ്ങൾ ഇനിയും ബാഗ് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ ബേഡന്, ഈ പ്രശ്നങ്ങള്, സങ്കടങ്ങള്, ദുരിതങ്ങള് ഒന്നും പാക്ക് ചെയ്യാതിരിക്കുക. മാക്സിമം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹാപ്പിനെസ്. ഞാനൊരു മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെയിറ്റ്ലെസ് ആയിട്ട് മാക്സിമം ഏറ്റവും കുറച്ച് പാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും കുറച്ച്. നിങ്ങളൊരു യാത്ര ചെയ്യുമ്പോൾ മാക്സിമം ഒരു ഡ്രസ്സ്, മാക്സിമം ഒരു ഫോണ്, മാക്സിമം ഒരു ചാർജർ, മാക്സിമം ഒരു ബുക്കും ഒരു പെന്നും, ഇതിനുള്ളിൽ ഒതുങ്ങി ഒരു യാത്ര സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു യാത്ര സേഫ് ആയിരിക്കും. നിങ്ങളെ ആരും മോഷ്ടിക്കാൻ വരില്ല. നിങ്ങൾക്ക് ഓടണമെങ്കിൽ ഓടാൻ സാധിക്കും. നിങ്ങൾക്ക് എങ്ങനെ വേണേലും, എത്ര ഫ്ലെക്സിബിൾ ആയിട്ട് വേണേലും യാത്ര ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമോഷണലി ബേഡനുമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് അധികം ദൂരം മുന്നോട്ട് പോകാൻ പറ്റില്ല. എവിടെയെങ്കിലും വെച്ച് തട്ടിത്തടഞ്ഞ് വീഴും. ഇതാണ് നമ്മൾ പലപ്പോഴും പല ന്യൂസില് പല കാര്യം നമുക്ക് അറിയുന്ന പല ആൾക്കാരും പെട്ടെന്ന് ഒരു സമയത്ത് നമ്മളോട് ആരോടും പറയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഹെൽപ്പ് ചെയ്യായിരിക്കും, ആരോടും പറയാതെ ആ ഒരു ബേഡനുമായിട്ട് നടന്ന് ഒരുപാട് സാധ്യതയുള്ള ആൾക്കാര് മുന്നോട്ട് പോകാൻ പറ്റാതെ പുറകിലേക്ക് വലിഞ്ഞ് ഒരു ദിവസം എന്തെങ്കിലും സംഭവിച്ചു, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ ഇന്നത് സംഭവിച്ചു എന്ന് കേൾക്കുന്നതിന്റെ റീസൺ എന്താ? അവർ ഈ എല്ലാ ദിവസവും കൊണ്ടു നടക്കുന്ന ഈ ഇമോഷണൽ ബാഗേജ് അവർക്ക് താങ്ങാൻ പറ്റാതെ ആവുകയാണ്. സോ ലെറ്റ് ഗോ എന്നൊരു ഓപ്ഷൻ എപ്പോഴും ഉണ്ട്.
ഡിലീറ്റ് എന്ന ഓപ്ഷൻ കമ്പ്യൂട്ടറിനുള്ളതുപോലെ ഡിലീറ്റ് ഫോർ എവർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഫോണിനും കമ്പ്യൂട്ടറിനും അങ്ങനത്തെ ഇലക്ട്രോണിക് ഐറ്റംസിനൊക്കെ ഉള്ളതുപോലെ നമ്മുടെ മനസ്സിനും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അതിനാണ് നമ്മൾ ഈ കത്തിച്ച് കളയുന്നത്. ഓക്കെ, കത്തിച്ച് കളയുക, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നിൽക്കരുത്. ആ ഒരു പ്രശ്നം ആ വഴിക്ക് പൊക്കോട്ടെ. ഓക്കെ, നമ്മൾ എന്ന വ്യക്തി മാക്സിമം ഈ ഒരു ലൈഫ് മാക്സിമം സന്തോഷമായിട്ട് മാക്സിമം ബാക്കിയുള്ളവർക്ക് പ്രയോജനമുള്ള ഒരു ലൈഫാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. റീഫില്ലിംഗ് വിത്ത് ലൈറ്റ്. നമ്മൾ ഈ ഒരു ബാഗിനുള്ളിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി. നമ്മൾ 4 ഡ്രസ്സ് എടുത്ത് വെച്ചിരുന്നു, ആ ഒരു ഡ്രസ്സ് എടുത്ത് മാറ്റി ഒരു ഡ്രസ്സ് ആക്കി. അതിനുശേഷം അവിടെ സ്പേസ് ഉണ്ട്, അവിടെ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കൊണ്ട് റീഫിൽ ചെയ്തൂടെ? എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, ഏതോ ഒരു ചേച്ചിയുമായിട്ട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന സാറുമായിട്ട്, എന്നെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സാറ് ഭയങ്കര ക്രൂരനായിരുന്നു, എന്നെ എല്ലാവരുടെ മുമ്പിൽ അടിച്ചു, എൻ്റെ വാപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ മക്കൾ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇങ്ങനെ ഇതിൽ നിന്നിരുന്നത് നമ്മൾ എടുത്തു മാറ്റി, നമ്മൾ അതിനെ കത്തിച്ച് കളഞ്ഞു. മനസ്സുകൊണ്ട് ചിന്തിച്ചവരാണേലും മനസ്സുകൊണ്ടാണേലും ഇത് കത്തിച്ച് കളയാം. നിങ്ങൾക്ക് ഫിസിക്കലി ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ എടുത്തു മാറ്റി ആ കാര്യത്തിൽ ഇപ്പം നമ്മുടെ ആ ബാഗിൽ സ്പേസ് ആയി. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് നല്ല അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ്. എന്നെ അന്ന് ഇങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് ഈ നിലയിലെത്താൻ പറ്റി, ഞാൻ അവരോട് എന്നും നന്ദിയുള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടില്ലേ? ഒരാൾ ചിരിച്ചു കാണിച്ചിട്ടില്ലേ? നിങ്ങൾ ആകെ തകർന്നിരുന്ന സമയത്ത് ഒരു വ്യക്തി നിങ്ങളെ ചിരിച്ചു കാണിച്ചാൽ എത്രമാത്രം സന്തോഷം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിലൂടെ ഒക്കെ ഞാനും പോകുന്നതാണ്, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമെല്ലാം അതിനകത്ത് ഫില്ല് ചെയ്യുക. നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ട് നല്ല ആ ഒരു സർക്കിൾ നമ്മൾ ഫോം ചെയ്യുക. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ വൺസ് വി റിയലൈസ് ദ ഓൾഡ്, നമ്മൾ പഴയ ആ ഒരു കാര്യം നമ്മൾ റിയലൈസ് ചെയ്തു, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതിരുന്ന ബാക്ക് പാക്കിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്തു, അൺപാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി പോസിറ്റിവിറ്റി കൊണ്ട് ഫില്ല് ചെയ്യുക. സന്തോഷം കൊണ്ട്, നല്ല സുഹൃത്തുക്കൾ കൊണ്ട്, മുന്നോട്ട് പോകുന്ന വ്യക്തികളുടെ കൂടെ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള പ്രത്യേകത എന്താ? ലൈറ്റ് വെയ്റ്റഡ് ആയി, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി, നമ്മുടെ മനസ്സിന് എന്തൊരു സമാധാനമായി. ശരിയല്ലേ? എന്തോ ഒരു ഭാരമായിരുന്നു, എന്ത് ഭാരമായിട്ടാണ് നമ്മളൊക്കെ നടക്കാറ്, ഓരോ ദിവസവും നടക്കുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ റിട്ടയർഡ് ആയവരായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം പൈസയുണ്ട്, എന്നാലും എന്തൊക്കെയോ ഭാരം. എന്താണെന്ന് അറിയത്തില്ല ചേച്ചി, എന്താണെന്ന് അറിയത്തില്ല മാഡം, എനിക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ചിലവർ പറയും, ചിലവർ പറയില്ല. നമ്മുടെ ഒക്കെ അവസ്ഥ ഇത് തന്നെയല്ലേ? എന്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല? അപ്പോൾ ലെറ്റ് ഗോ എന്ന ആ ഒരു ആശയത്തെ നമ്മൾ മുറുക്കെ പിടിക്കുക. പോട്ടെ, സാരല്ല, ആ സാധനത്തിന് നമ്മൾ കളയുക, മുന്നോട്ട് ഓരോ സ്റ്റെപ്പ് വെക്കുക. നമ്മുടെ ബാഗ് നമ്മൾ എപ്പോഴും ഫ്രീ ആക്കുന്നതിനനുസരിച്ച് ട്രാവലർ എന്ന രീതിയിൽ നമുക്ക് ഭയങ്കര സുഖമായിരിക്കും, നമ്മൾ ഭയങ്കര ഫ്രീ ആയിരിക്കും. പറക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ 200 ഓടുന്നവരുടെ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാന്റും ഷർട്ടും സൂട്ടും ഒക്കെ ഇട്ടാണോ അവർ ഓടാറ്? അല്ല, അല്ലേ? സൂട്ട് ഇട്ടല്ലേ, ബ്ലേസേഴ്സ് ഇട്ടല്ലേ അവർ ഓടാറ്? ട്രാക്ക് സ്യൂട്ട് മാത്രം, ട്രാക്ക് സ്യൂട്ട് ആ മാത്രം. ട്രാക്ക് സ്യൂട്ടും എത്ര ലളിതമാക്കാൻ പറ്റുമോ അത്രയും ലളിതം. ലളിതമാക്കിയല്ലേ അവർ ഓടുക. അപ്പൊ വിത്ത് മിനിമം നമ്മൾ വിചാരിക്കും ഇവർക്ക് എന്തിനാ ഇങ്ങനെ ഡ്രസ്സ് ഇടുന്നെന്ന്. എന്തിനായിരിക്കും ഇടുന്നത് അങ്ങനെ? നാഗേഷ് സാർ എന്താ പറഞ്ഞേ? വിത്ത് മിനിമം റിക്വയർഡ് ആ ഡ്രസ് ഓൺലി. ഏറ്റവും മിനിമൽ ആയിട്ടുള്ള റിക്വയർമെന്റ്, നഗ്നത മറക്കുക എന്നൊരു ആവശ്യം മാത്രം. മാത്രമായിരിക്കും അവരവിടെ ചെയ്യുന്നത്. കാരണം ഒരു ചെറിയ വെയിറ്റ് പോലും അവരുടെ ആ ഒരു മാർക്കിനെ ബാധിക്കുന്നുണ്ട്, അവരുടെ വിജയത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിലും. ചെറിയ ഒരു പ്രശ്നങ്ങൾ പോലും നമ്മുടെ ലൈഫിനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ അൺപാക്ക് ചെയ്ത് ഈ പ്രശ്നങ്ങളെ നമ്മൾ കളയുക. പ്രശ്നമില്ലാത്തൊരു ലൈഫ് നമുക്ക് ഇനി ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങനെ നമ്മൾ സുഖമായിട്ട് ജീവിക്കുമെന്ന് വിചാരിച്ചാൽ നടക്കാൻ പോകുന്നില്ല. ഈ പറയുന്ന എനിക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല. പക്ഷെ നമ്മൾ ഈ ബാഗ് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ എന്നും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ബാഗുമായിട്ട് യാത്ര ചെയ്യരുത് ഒരിക്കലും. ഓക്കെ, ഞാൻ യാത്ര ചെയ്യാൻ വേണ്ടി ഒരു സാധനം റെഡി ആക്കി വെച്ചിട്ടുണ്ട്, ഈ സാധനം എടുക്കുന്നു പോകുന്നു, അങ്ങനല്ല. നമുക്ക് വേണ്ടാത്ത സാധനം അതിനകത്ത് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഇടയ്ക്കെങ്കിലും ഒന്ന് പരിശോധിച്ച് അത് അൺപാക്ക് ചെയ്ത് അതിൽ പോസിറ്റിവിറ്റി ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. റീഫിൽ വിത്ത് ലൈറ്റ് ആൻഡ് അഫർമേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷൻസും കൊണ്ട്, നല്ല അഫർമേഷൻസ് കൊണ്ട്, നല്ല വെളിച്ചം കൊണ്ട് ഈ ബാഗിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഈ ഒരു ബാഗ്, നിങ്ങളുടെ ബാഗ് നല്ല പോസിറ്റിവിറ്റി കൊണ്ട് ഫില്ലായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ ഒരു വളയത്തിലുള്ള, നിങ്ങളുടെ സർക്കിളിലുള്ള എല്ലാവരിലേക്കും ഈ ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ആവില്ലേ?
യെസ് 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 ഓക്കെ, യെസ് നിങ്ങൾ യെസ് ഇപ്പം പല ട്രെയിനിങ്സിന് പോകാറുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള ഒരാള് വല്ലാതെ സങ്കടപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ സങ്കടം നമ്മളിലേക്ക് എത്തില്ലേ? എത്തും നമ്മൾ തീർച്ചയായും തന്നെ അങ്ങോട്ട് ചോദിക്കും, എന്ത് എത്തും മാഡം പറ്റി, എത്തും എന്താ ഇത്ര സങ്കടം, എന്തിനാ സങ്കടം, നമ്മൾ ചോദിക്കും. കാരണം നമുക്ക് അവരിൽ നിന്ന് മനസ്സിലായത് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയത് ആ ഒരു സങ്കടമാണ്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചോദിക്കും. ഇനി ചോദിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും, എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്ക് എന്തോ അത്ര പ്രശ്നത്തിലാണ്, എന്തോ ഒരു സങ്കടമുണ്ട്. ഇതുപോലെ തന്നെ പോസിറ്റിവിറ്റി ആണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് പെട്ടെന്ന് ചിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് പുറത്തിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോസിറ്റിവിറ്റി കൊണ്ട് നമ്മുടെ ബാഗ് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്മൂത്ത് ആയിട്ട് നമ്മുടെ ലോങ് റണ്ണിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ അത് ഒരുപാട് സഹായിക്കും. അപ്പോൾ നമ്മൾ സംസാരിക്കുക, നമ്മൾ പറയുക, നമ്മൾ ആ ഒരു അഫർമേഷൻസ് നമ്മൾ കൊടുക്കുക. ഞാൻ ഇന്നത്തെ ദിവസം വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എനിക്ക് ആ ഒരു പ്രശ്നത്തെ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ തരണം ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഒരു ദിവസം നല്ലതായിരിക്കും. ചില ആൾക്കാരുണ്ട്, എനിക്ക് വളരെ നന്നായിട്ട് അഫർമേഷൻസ് യൂസ് ചെയ്യുന്ന ഒരുപാട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. ഇന്ന് എനിക്ക് ഇന്ന കാര്യമുണ്ട്, ഇന്ന് മഴ പെയ്യാൻ പാടില്ല, മഴ പെയ്യത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ആക്ച്വലി അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അവരുടെ ലൈഫിൽ അവരത് എക്സ്പീരിയൻസ് ചെയ്യുന്നെന്നാണ് പറയുന്നത്. കാരണം യെസ് നമ്മൾ പറയുന്ന വാക്കിന് അത്രയും പവർ ഉണ്ട്. നമ്മൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ ശ്രദ്ധിച്ചോ, അയ്യോ എനിക്ക് ഇന്ന പ്രശ്നമാണ്, എന്നും ബുദ്ധിമുട്ടാണ്, അവരെ ബുദ്ധിമുട്ട് ഒരിക്കലും ഒഴിഞ്ഞൊരു സന്തോഷത്തോടെ കാണാൻ പറ്റില്ല. സോ എപ്പോഴും പോസിറ്റീവ് അഫർമേഷൻസ് കൊണ്ട് നമ്മുടെ ബാഗ് ഫില്ല് ചെയ്യുക. ഇമോഷണൽ ബാഗിനെ ഒരിക്കലും നെഗറ്റീവ് കൊണ്ട് ഫില്ല് ചെയ്യാതെ പോസിറ്റീവ് കൊണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പോസിറ്റീവ് കൊണ്ട് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അഫർമേഷൻസ് പറയുമ്പോൾ അതിന് ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് പറയാതിരിക്കുക. എൻ്റെ അസുഖങ്ങൾ മാറിയാൽ മതിയായിരുന്നു, അത് അഫർമേഷൻ അല്ല. ഞാൻ ആരോഗ്യവതിയാണ്, അതൊരു അഫർമേഷൻ ആണ്. ഓക്കെ, എല്ലാം പോസിറ്റീവായിട്ട് സംസാരിക്കാൻ വേണ്ടി നമ്മളായിട്ട് ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണെന്ന് നിങ്ങൾ ചിന്തിക്കും, പക്ഷെ അത്ര എളുപ്പമല്ല. ഓരോ ദിവസം ഓരോ സ്റ്റെപ്പ് വെക്കുക. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അത് പോസിറ്റീവ് അഫർമേഷൻ കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായിട്ടും അങ്ങനെ കൊണ്ടുവരുന്ന ആ അഫർമേഷൻസ് എല്ലാം കൂടെ വരുമ്പോഴാണ് ഈ ഇമോഷണൽ ബാഗ് വളരെ നല്ലൊരു ബാഗായിട്ട് മാറുന്നത്. നമുക്ക് എപ്പോഴും റെഡി ആയിട്ട് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു ബാഗുമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. വളരെ ലൈറ്റ് വെയ്റ്റഡ് ആയിരിക്കും. നമുക്ക് നമ്മുടെ ലൈഫിൽ ജേണിയിൽ ഒരു ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കും. ആ ഒരു സ്റ്റെപ്പിംഗ് ലൈറ്റർ ലിവിങ് ഫ്രീയർ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. അതായത് ഓരോ സ്റ്റെപ്പും നമ്മൾ ഒരു ബാഗും ഇല്ലാതെ നമ്മൾ കാലെടുത്ത് വെക്കുന്നതും ഹെവി ബേർഡൻ ആയിട്ട് നമ്മുടെ ആ ഒരു ബാഗ് എടുത്ത് വെക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസം ഇല്ലേ? ഭയങ്കര യെസ് ബുദ്ധിമുട്ടാണ് വലിയ ബാഗുമായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും യാത്ര ചെയ്യേണ്ടത് എങ്ങനെയാണ്? ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ബാക്ക് പാക്കുമായിട്ട് ഫ്രീ ആയിട്ട്, മനസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തെയൊക്കെ പാടെ ഉപേക്ഷിച്ച് വളരെ ഫ്രീ ആയിട്ട് വേണം ഈ ജേണി തുടരാൻ വേണ്ടി. സോ നിങ്ങൾക്ക് അതിന് സാധിക്കട്ടെ. അൺപാക്ഡ് ആയിട്ടുള്ള ഹാർട്ടുമായിട്ട് ഡെയിലി റിഫ്ലക്ഷനോടുകൂടി എല്ലാ ദിവസവും വൈകിട്ട് നിങ്ങൾ റിഫ്ലക്ട് ചെയ്യണം. നിങ്ങളൊരു പേപ്പറിൽ എഴുതണം. നിങ്ങൾ ആ പേപ്പറിൽ ഇന്നുണ്ടായ സന്തോഷങ്ങൾ എഴുതണം, ഇന്നുണ്ടായ സങ്കടങ്ങൾ എഴുതണം. ആ സങ്കടത്തെ എഴുതി അതിനെ വെട്ടിക്കളഞ്ഞിട്ട് ഇനി അങ്ങനെ ഒരു സങ്കടം ഉണ്ടാവാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ഓരോ ദിവസവും ഓരോ പുതിയ വ്യക്തിയായിട്ട് മുന്നോട്ട് പോവുക. നെക്സ്റ്റ് ഡേ ഞാൻ ഇന്ന കാര്യം ചെയ്യണം, ഇന്ന കാര്യം ചെയ്ത് തന്നെ റിഫ്ലക്ട് ചെയ്യുക. ഡെയിലി റിഫ്ലക്ഷനിലൂടെ മാത്രമേ ഓരോ വ്യക്തിക്കും നല്ലൊരു ഓട്ടക്കാരനാവാൻ, നല്ലൊരു യാത്രക്കാരനാവാൻ, നല്ലൊരു നീന്തലുകാരനാവാൻ. ആ ഒരു ഒളിമ്പിക്സ് എന്ന് പറയുന്ന സാധനം ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയതാണോ? ആണോ? അല്ല ഒരു ദിവസം ഇന്ന് ഒരു മാഡം വന്ന് ക്ലാസ് എടുത്തായിരുന്നു, ഓക്കെ ഞാൻ എല്ലാം സെറ്റായി, ബാഗ് എല്ലാം ഫ്രീ ആയി, അങ്ങനെ നടന്നതല്ല. അവര് ക്രിസ്മസിന്റെ അന്നും ഓണത്തിന്റെ അന്നും ഒന്നും ലീവ് എടുക്കാതെ അന്നും പ്രാക്ടീസ് ചെയ്തവരാണ്. ഓക്കെ, അപ്പൊ ഡെയിലി റിഫ്ലക്ഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ ഡെയിലി ചെയ്തിരിക്കണം. മൈൻഡ്ഫുൾ പ്രാക്ടീസ്, ഹൃദയം നിറഞ്ഞൊരു അവസ്ഥയിൽ പ്രാക്ടീസ് ചെയ്യുക. സീക്ക് സപ്പോർട്ട്. നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ സപ്പോർട്ട് ആവശ്യപ്പെടുക. അത് ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് സഹായം തേടുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് നമ്മൾ എപ്പോഴും ഓർക്കുക. ഈ ബാഗുമായിട്ട് നിങ്ങൾ യാത്ര അവസാനിപ്പിക്കുക. ഒരു ഫ്രീ ആയിട്ടുള്ള മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ നിങ്ങൾക്ക് നല്ലൊരു ഫ്രീഡം ഉള്ള ഒരു ജേണി, ലൈറ്റർ ആയിട്ട് നടക്കാൻ, ലിവിങ് ഫ്രീ എന്നൊരു ആശയം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് അങ്ങനെ അതിനു വേണ്ടി ചെറിയൊരു സ്റ്റെപ്പ് ഇന്ന് വെക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മിസ്. ഇവിടെ എന്താ സംഭവിച്ചത്? മൊത്തത്തിലൊരു മാറ്റമായിരുന്നു അല്ലേ? വെരി ഗുഡ്. യെസ് ഏതായാലും എനിക്ക് തോന്നുന്നത് ഷിരോന മാം ബാംഗ്ലൂരിൽ നിന്നല്ല യാത്ര കഴിഞ്ഞ് എത്തിയ
ഷിരോന മാഡത്തിനാണോ ക്ഷീണം അതോ ഇത് കേട്ടിരുന്ന പലരും അവർക്കാണോ ക്ഷീണം എന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സംശയം വരുന്നത്. ശരിക്കും അത് തന്നെയാണ് ഒരു ട്രെയിനറുടെ ഏറ്റവും വലിയ വിജയം. കാരണം ഒരു ഓഡിയൻസിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ശരിക്കും ട്രെയിനർ കുറച്ചും കൂടി പെർഫോമൻസ് കൂടും എന്നുള്ളതാണ്. മറ്റേ ഓഡിയൻസ് വളരെ ഡള്ളായി കഴിഞ്ഞാൽ ട്രെയിനറും പോകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ക്യാമറ ഓൺ ആക്കി വെച്ചും ചാറ്റ് ബോക്സിലൂടെയും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതോടൊപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആശ്ചര്യപ്പെടുത്തിയത് ഷിരോന മാച്ച് ബോക്സും പെന്നും ഒക്കെ എടുത്തു വെക്കാൻ പറഞ്ഞില്ലേ, ആ ഒരു അവസരത്തിൽ അത് ഓടിപ്പോയി എടുത്തു വന്ന് നമ്മൾ പ്രീജാമ്മയുടെ അടുത്ത് കത്തിക്കുന്നു, വീടിന്റെ പുറത്തോട്ട് വരുന്നു, കത്തിക്കുന്നു. ഇൻഫ്ലുവൻസിങ് ടു എ ട്രെയിനിങ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഒരു ട്രെയിനറുടെ ഇൻഫ്ലുവൻസർ എന്നാണ് പറയുന്നത്. ഏതായാലും വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഇനി പോകുന്നത് ഫീഡ്ബാക്കിലേക്കാണ്. ഫീഡ്ബാക്ക് കുറച്ച് കുഞ്ഞു വാക്കുകൾ കൊണ്ട് പറഞ്ഞ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അത് കഴിഞ്ഞ ഉടൻ തന്നെ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി ഡേ, ഈ ഇന്നത്തെ ദിവസം സ്റ്റാർ ആയിരിക്കും എന്നുള്ള ചോദ്യം ചോദിക്കും, അതിന് ആൻസർ പറയാം. റൈറ്റ്, ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ടുഡേ ഓപ്പൺ ഫോർ മാൻ ഫീഡ്ബാക്ക് പ്ലീസ്. സാറേ, ഫോൺ നമ്പർ ഒന്ന് ഷെയർ ചെയ്യണം. മറ്റൊന്ന് ആ മെറ്റീരിയൽസ് ഒന്ന് ഷെയർ ചെയ്താൽ നമുക്കെല്ലാം എഴുതിയെടുക്കാൻ കഴിയും. ഞാൻ ഒരു നോൺ ജേഴ്സിയാ, എല്ലാം എഴുതിയെടുക്കാൻ കഴിയുന്നില്ലേ? ഓക്കെ ശ്രീനിവാസ് സാറേ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ശ്രീനിവാസ് സാർ നമ്മുടെ കോഫി ടോക്ക് എന്നുള്ള ഗ്രൂപ്പിലില്ലേ? അപ്പൊ ഷിരോന മാം അതൊന്ന് ക്രോഡീകരിച്ചുകൊണ്ടേ അതിൽ മെയിൻ പോയിന്റുകൾ കോഫി ടോക്കിൽ കുറച്ച് കഴിഞ്ഞാൽ വരുന്നതായിരിക്കും. പോരെ? താങ്ക് യു സാർ. കണ്ടിന്യൂ. ഹായ്, ഗുഡ് മോർണിംഗ് സർ. ബിജി മാം പറയൂ. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനൊരു നോൺ JCA മെമ്പറാണ്. എനിവേ, നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം വീണ്ടും കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. 1-2 ദിവസം നമ്മൾ ഒരുപാട് പ്രയാസപ്പെട്ടു എങ്കിലും വളരെ പുതുമയോടെ നമുക്കിത് വീണ്ടും ഗംഭീരാക്കാൻ പറ്റിയതിൽ അതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ എന്റെ കൺഗ്രാറ്റ്സ് അറിയിക്കുകയാണ്. മാത്രമല്ല നമ്മള് ഇന്നത്തെ മാമിന്റെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അടിപൊളിയായിരുന്നു. നമ്മളെല്ലാവരും ഒരുപാട് ടെൻഷൻസ്, ഒരുപാട് നമ്മുടെ ബാഡ് ഹാബിറ്റ്സ്, ബിഹേവിയർ ഒക്കെ ചുമന്നുകൊണ്ടുള്ള ബാഗായിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തോടെ അത് അവസാനിച്ചു, പുതിയ ഒരാളായിട്ട് മാറാൻ ക്ലാസ്സിൽ സാധിച്ചു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് സിരോണ മാം. ടോപ്പായി എന്ന് മാത്രല്ല, ഞാനത് മറ്റേ സിഗരറ്റ് ലാമ്പും മറ്റേ പേപ്പറൊക്കെ എടുത്ത് കരുതി വെക്കാൻ പറഞ്ഞ്, അത് ഏകദേശം നമുക്കതൊക്കെ ഓൾറെഡി കയ്യിലുണ്ട്, ഷോപ്പിലെത്തി ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു ഫയർഫോഴ്സും കൂടി റെഡിയാക്കേണ്ട ഒരു ഇത് വരും. കാരണം ഞാൻ ഷോപ്പിലിട്ടിട്ട് അത് കത്തിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ? അപ്പൊ അങ്ങനെ പോലും ഞാൻ ചിന്തിച്ചു പോയി. എന്തായാലും അങ്ങനെ കത്തിക്കും ചിലപ്പോൾ. നമ്മൾ ആ ക്ലാസ് കേട്ടാല് നമ്മൾ അത്രത്തോളം ചിലപ്പോൾ ഷോപ്പ് വരെ നമ്മൾ ധാരണയിൽ ഉണ്ടാവില്ല നമ്മളെ ഷോപ്പിലാണെന്നുള്ളത്. അത്ര അത് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴേ. ഓക്കെ, താങ്ക് യു. നല്ല വണ്ടർഫുൾ ക്ലാസ്. ഓക്കെ, നമ്മൾ എന്തൊക്കെ നശിപ്പിക്കണം. ഗുഡ് മോർണിംഗ് ആൾ. ഗുഡ് മോർണിംഗ്. താങ്ക് യു സോ മച്ച് ഷിറാന മാം. അടിപൊളി സെഷൻ, വണ്ടർഫുൾ പ്രസന്റേഷൻ. എനിക്കത് ഒരു പേടിയായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഇന്നലെയൊക്കെ കുറച്ച് 2-3 ദിവസം കൊണ്ട് ഇച്ചിരി ആ കാര്യങ്ങളിൽ ഇങ്ങനെ ഭയങ്കര ഫിയർ ആയിട്ട് ഇരിക്കുമായിരുന്നു. അത് ഞാൻ എളുപ്പം പോയി കത്തിച്ചെല്ലാം കളഞ്ഞപ്പോ കുറെ ഒരാശ്വാസം, കുറെ പോസിറ്റിവിറ്റി അവിടെ നിറച്ച് നല്ലൊരു ക്ലാസ് ആയിരുന്നു. എപ്പോഴും ഷിറാനയുടെ ക്ലാസ് അടിപൊളിയാണ്. ഇന്നൊന്നും കൂടെ എല്ലാവർക്കും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ക്ലാസ്. താങ്ക് യു ഡിയർ. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ഷിറോ മാഡം. പിന്നെ നമ്മളിപ്പോ മാഡം പറഞ്ഞ പോലെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ലൈഫിലൊക്കെ ഇങ്ങനെ പോകുമ്പോ ഒരു കൂലിക്കാരനെ വിളിക്കേണ്ട അവസ്ഥയാണ്. അത്രത്തോളം പ്രശ്നങ്ങൾ ഏറ്റിട്ട് നമ്മൾ നടക്കരുത്. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ലൈഫിലേക്ക് എങ്ങനെ മാറ്റം വരുത്താന്നുള്ളത് ഈ കുറച്ച് സമയം കൊണ്ട് ഒരു ട്രെയിനർ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നത്, അത് ശരിക്കും മാഡത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു രസകരമായ സംഭവം തന്നെ, മാഡം കത്തിക്കാൻ ഒരു ആരെങ്കിലും കിച്ചണിലുണ്ടായിരുന്നു, ഇങ്ങനെ ചുറ്റി കുടിച്ച് കിച്ചണിലൊക്കെ ഇങ്ങനെ എറിയുന്നുണ്ട്, അടുപ്പിലേക്ക് ഇങ്ങനെ എറിയുന്നുണ്ട്. ആ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. എല്ലാം രസകരമായിരുന്നു. അതേപോലെ തന്നെ യൂസ്ഫുൾ ആയ ഒരുപാട് ടിപ്സുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ലൈഫ് നന്നായി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് ഈ കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കി തന്നു. താങ്ക് യു വെരി മച്ച്. ഷിരോന, ലൈഫില് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട്, ഈ ജീവിതം എന്നൊരു യാത്ര അല്ലെ, ജീവിതം ഒരു ജേണിയാണ്. ആ ഒരു ജേണിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ ബേർഡൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ഇമോഷൻസ് ആണ്, ബാഡ് ഇമോഷൻസ് ആണ് പാക്ക് ആക്കി നമ്മൾ കയ്യിൽ കൊണ്ടു പോകുന്നത്. ഒരു സാധാരണ ഒരു യാത്രയോട് അതിനെ ഉപമിച്ചുകൊണ്ട് ഒരു യാത്രയിൽ നമ്മൾ എന്തൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു, അതുപോലെ ജീവിതത്തിൽ നമ്മൾ ആവശ്യമില്ലാത്ത ഒരുപാട്
നെഗറ്റീവ് കാര്യങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വളരെ നല്ല രീതിയിൽ അത് ഞാൻ അങ്ങനെ പറയാൻ കാര്യം, ഞാൻ ഇതിനു മുമ്പ് കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഇതുപോലെ നല്ലൊരു ട്രെയിനിങ് പ്രാക്ടിക്കലി ഓൺലൈൻ അല്ല ഓഫ്ലൈൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് അത് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. എനിക്ക് പാമ്പിനെ പറ്റിയ ഭയങ്കര നമ്മുടെ ലീഡ്സ് കോളേജിൽ വെച്ചിട്ടാണ്, എനിക്ക് ഇപ്പോഴും ഓർമ്മയാണത്. പാമ്പ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയായിരുന്നു പാമ്പിനെ. പക്ഷെ അത് ശരിക്കും എൻ്റെ തലയിൽ നമ്മള് തൊമ്മൻ, ദി ഗ്രേറ്റ് പ്രിൻസിപ്പൽ ഓഫ് ലീഡ് കോളേജ് പാലക്കാട്, എല്ലാവർക്കും അറിയുന്ന ആളാണ്. അദ്ദേഹം എൻ്റെ തലയിലേക്ക് ഒരു പാമ്പിനെ വെച്ച് തന്നുകൊണ്ടാണ് എൻ്റെ ആ പേടി മാറ്റിയെടുത്തത്. അതുപോലെ അതുപോലെ പല കാര്യങ്ങളും എനിക്ക് അതിനു മുമ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, എല്ലാം തന്നെ ഇങ്ങനെ കത്തിച്ചു കളഞ്ഞിട്ടും പേപ്പർ ചുരുട്ടി ചെയ്ത് മീൻസ് ഇതില് ടോയ്ലറ്റിലിട്ടിട്ട് ഫ്ലഷ് ഔട്ട് ചെയ്തിട്ടും ഒക്കെ ഉള്ള പ്രാക്ടീസ് ഇതിനു മുമ്പ് പലതവണ 1-2 തവണ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ബേർഡനും ഇപ്പൊ ഇതുപോലെയുള്ള ഒന്നും ഞാൻ കൊണ്ടു നടക്കാറില്ല. പോസിറ്റീവ് മാത്രം ചിന്തിച്ച് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ഉള്ളിലേക്ക് എടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് ആക്ച്വലി ആവശ്യം നമുക്ക്. സോ അത് വളരെ നല്ല രീതിയിൽ, നല്ല മെസ്സേജ് ആയിട്ട്, വളരെ നല്ല രീതിയിൽ നല്ലൊരു പവർ പോയിന്റ് പ്രസന്റേഷനും ഒക്കെ ആയിട്ട് അതുപോലെ പ്രാക്ടിക്കലി എല്ലാവർക്കും കൊണ്ടും അത് ചെയ്യിപ്പിച്ചുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു. ഓൾവേസ് യു ആർ എ വെരി ഗുഡ് ട്രെയിനർ ആൻഡ് എക്സലന്റ് ട്രെയിനിങ് ആണ് എപ്പോഴും പ്രസന്റ് ചെയ്യാറ്. സോ ഇന്നത്തെയും പോലെ ഇന്നത്തെയും വളരെ മനോഹരമായ നല്ല ഒരു എക്സലന്റ് ട്രെയിനിങ്ങിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ഷിരോന മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സെഷൻ സൂപ്പർ സെഷനാണ്. പിന്നെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ കുറെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എപ്പോഴും കൊണ്ടു നടക്കുന്ന ശീലം നമ്മളെല്ലാവർക്കും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷിരോന മാം ഓരോ സെഷനും ഒരു വെറൈറ്റി സെഷനായിട്ടാണ് കൊണ്ടുവരുന്നത്. പെട്ടെന്ന് ആ തുടക്കത്തിൽ നമുക്കൊന്നും മനസ്സിലാവില്ല, പക്ഷെ ആ സെഷൻ സ്റ്റാർട്ട് ചെയ്താൽ അല്ലെങ്കിൽ അതിന്റെ ഒരു മിഡിലൊക്കെ എത്തുമ്പോൾ ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന കുറെ പ്രശ്നങ്ങളാണെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവും. അതിൽ നിന്ന് നമുക്കൊരു മാറ്റം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഷിരോന മാം കേരളത്തിലാണെങ്കിൽ അടുത്ത ദിവസം ബാംഗ്ലൂർ, പിന്നെ നേപ്പാളില്. ഇതാണ് ഈ ലെസ് ലഗേജ് മോർ കംഫർട്ട്. ഈ ഒരു പോളിസി ലൈഫിലും ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. എന്തായാലും ഇനിയും ഞങ്ങൾ ഇത്തരം സെഷൻ കാത്തിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ശരിയാണ് മാം, പ്ലസന്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് സെഷൻ എടുത്തതിന് ആദ്യമായി നന്ദി അറിയിക്കട്ടെ. ഈ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ജീവിത രീതി തന്നെയാണ് മാമിന്റെ ഇന്നത്തെ അല്ല എന്നത്തെയും പിന്നെ ടോപ്പിക്. പിന്നെ മാമിന്റെ ഓരോ വാക്കുകളും ശരിക്കും ചെവിയിലൂടെ കേട്ടെങ്കിൽ പോലും ഹൃദയത്തിലാണ് തട്ടിയിട്ടുള്ളത്. കാരണം നമ്മുടെ പിന്നെ ഈ കാണുന്നതൊന്നും അല്ല ഓരോരുത്തരും, അവരുടെയൊക്കെ ഉള്ളിൽ ഒരുപാടുണ്ട്. ആരെത്ര മറച്ചു വെച്ചാലും ആ ബാഗിന്റെ ഉള്ളിൽ ഒരുപാടുണ്ട്. നമ്മൾ ആ ബാഗ് ഫ്രീ ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സിമ്പിൾ ആവും, ഹമ്പിൾ ആവും. കാരണം എന്ന് വെച്ചാല് ഓരോരുത്തരോടും ഇപ്പോ യാത്രയെ കുറിച്ചാണ് ടോപ്പിക്. ആ യാത്രയിലുള്ള അനുഭവങ്ങളാണ്. എന്റെ യാത്രയിൽ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒരു ജനറൽ കമ്പാർട്ട്മെന്റിൽ ജനറലായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചില ആളുകള് ഒരു സീറ്റ് തൊട്ടടുത്തുള്ള ഒരു സീറ്റ് പോലും അത് ഷെയർ ചെയ്യാൻ തയ്യാറാവില്ല. അതേ സമയത്ത് ഉള്ള സീറ്റ് കൊണ്ട് 2 ആളിരിക്കുന്നത് 3 ആളാക്കി ഷെയർ ചെയ്യുന്ന ഇഷ്ടം പോലെ ഞാനും ഡെയിലി യാത്ര ചെയ്യുന്ന ഒരാളാണ്. എന്റെ ജോബ് തന്നെ യാത്രയാണ്. അവരൊക്കെ ശരിക്കും പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ആ യാത്രയെ പോലും നമുക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ചില പെർഫോമൻസ് കാണിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അതേ സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് 2 സീറ്റിൽ 2 ആൾക്ക് ഇരിക്കേണ്ട സീറ്റ് 3 ആൾക്കും അത് 4 ആൾക്കും ഷെയർ ചെയ്യുന്നവരോട് ഉണ്ടാവുന്ന ഒരു സ്നേഹം വളരെ വലുതാണ്. നമ്മുടെ ജീവിതത്തില് അവരുടെ മനസ്സിന്റെ ഉള്ളിലെ ഈ വേസ്റ്റ് ആണ് ഈ ആളുകൾ ഇതൊക്കെ കാണിക്കുന്നത് എന്നുള്ളൊരു അനുഭവം ഉണ്ടായി. വളരെ നന്നായി. ഞാൻ എല്ലാവരോടും സഹകരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു യാത്രക്കാരനാണ്. നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു ഫാറൂഖ് സാർ. താങ്ക് യു വെരി മച്ച്. ഇനി ഒരുപാട് പേർക്ക് ഫീഡ്ബാക്ക് പറയാനുണ്ടെന്ന് കൃത്യമായിട്ട് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ സമയം അതിക്രമിച്ചത് കാരണം നമ്മൾ ഫീഡ്ബാക്ക് ഫാറൂഖ് സാറുടെ ഫീഡ്ബാക്കോടെ നിർത്തുകയാണ്. ഇനിയും ഒരു കുഞ്ഞു കാര്യം കൂടി നടപ്പിലാക്കാനുള്ളതുകൊണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഈ കോഫി ടോക്കിന്റെ ലിങ്ക്, ആരെങ്കിലും കോഫി ടോക്ക് ഇല്ല എങ്കിൽ ഞാൻ കോഫി ടോക്കിന്റെ ലിങ്ക് അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി, അതിൽ ഉടനെ ക്ലിക്ക് ചെയ്യാം. പലരും സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. അബദ്ധവശാൽ സ്ക്രീൻഷോട്ട് എടുത്താൽ നടക്കില്ല, ആ ലിങ്ക് ഒരു PDF ആയി മാറും.
അപ്പൊ അതോടൊപ്പം ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കോഫി ടോക്ക് എന്ന ഗ്രൂപ്പിലേക്ക് നിങ്ങൾ കയറും. ആരെങ്കിലും ഇല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് മനോഹരമായ നിങ്ങളുടെ ശബ്ദത്തോട് കൂടിയിട്ട് ഷിരോന മാം നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഷിരോന മാഡത്തിന് നമുക്ക് ഫീഡ്ബാക്ക് പറയാവുന്നതാണ്. ആ ഒരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്. ഏതായാലും ഷിരോന മാം വളരെ മനോഹരമായിട്ട് ജീവിതയാത്രയിൽ കൊണ്ടു നടക്കേണ്ട ബാഗുകൾ എന്താണോ, അതിൽ എന്തൊക്കെ ഉണ്ടാവണമെന്നും അതിൽ എന്തൊക്കെ പാടില്ല എന്നും വളരെ മനോഹരമായിട്ട് തന്നെ പറഞ്ഞു. നമ്മുടെ നവാസ് സാർ ഇന്ന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വാല്യൂ ഉള്ള ഫീഡ്ബാക്കിന് വേണ്ടി, ഫീഡ്ബാക്കിൽ ഉപരി ഒരു വോട്ടർ താങ്ക്സ് അദ്ദേഹം റെഡി ആയിട്ടുണ്ട്. ആ ഒരു പോയിന്റിലേക്ക് കിടക്കുന്നതിന് ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി ഡേ ആരാണ് നമുക്ക് നോക്കാം. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ, എനിക്ക് തോന്നുന്നു പലരും ആ സ്റ്റാർ ഓഫ് ദി ഡേയിലാവുമ്പോൾ ക്യാമറ ഓണാക്കി വെച്ചിട്ട് വരുന്നത് തോന്നുന്നുണ്ട്. ഒരു വലിയൊരു അപ്രീസിയേഷൻ കിട്ടുന്ന ഒരുപാട് ഗിഫ്റ്റുകൾ നമുക്ക് കിട്ടും. ഓക്കെ, റൈറ്റ്. അപ്പോൾ ചോദ്യത്തിന്റെ കണ്ടീഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. ചാറ്റ് ബോക്സ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. കാരണം പലരും പറയാന്ന് പറയും, പക്ഷെ പറച്ച് ആകെ സൗണ്ട് കൊണ്ട് ക്ലാഷ് ആയിരിക്കും. അതുകൊണ്ട് സംസാരമല്ല, നമുക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ഒന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പലർക്കും ഇതിന് ചാറ്റ് ബോക്സ് എവിടെയെന്ന് അറിയില്ല. ഇതൊരു ലേണിംഗിന്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ചാറ്റ് ബോക്സ് എവിടെ നിന്ന് പഠിക്കുക. ചാറ്റ് ബോക്സ് റെഡി ആക്കി വെച്ചോളാം. ചോദ്യം ചോദിച്ച അവസാനം ഞാൻ ഓക്കെ പറയുമ്പോൾ മാത്രമുള്ള ആൻസർ ആണ് നമ്മളതിൽ ആവശ്യമുള്ളൂ. ചിലവരൊക്കെ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ആൻസർ ഇട്ട് തുടങ്ങും. അത് ഓൺ എയറിലേക്ക് മുകളിലേക്ക് കയറിപ്പോവും. അതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അപ്രീസിയേഷൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ ചോദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, എല്ലാം റെഡി അല്ലേ? ഇന്നത്തെ സ്റ്റാർ ആയിരിക്കും. കാരണം ഇന്നത്തെ സ്റ്റാറിന് പ്രത്യേകത ഉണ്ട്. ഷിരോന മാഡത്തിന്റെ ലാപ്പിൽ റെക്കോർഡിംഗ് അതിലേക്കും കൂടി കയറി പോകുന്നുള്ളതാണ്. മൊത്തം നേപ്പാൾ ഉൾപ്പെടെയുള്ള അലികുട്ടി സാറെ കാണും. നമ്മുടെ മനോഹരമായ സുന്ദരമായ മുഖവും നമ്മുടെ ഉത്തരങ്ങളൊക്കെ എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് വളരെ സിമ്പിൾ ആണ് ചോദ്യം. കേരളത്തിൽ ആകെ എത്ര ജില്ലകളുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ ആകെ എത്ര ജില്ലകളുണ്ടെന്നാണ്. വളരെ സിമ്പിൾ ആണ്. ഒരുപാട് സംസാരം ഇല്ലാന്ന് ഞാൻ മുന്നേ ഓൾറെഡി പറഞ്ഞു. സംസാരത്തിൽ ക്ലാഷ് ആവും. ഒരുപാട് പേര് അതിൽ ചോദ്യം 14 ഇട്ടുണ്ട്. പക്ഷെ എന്റെ ചോദ്യം അവസാനിച്ചിട്ടില്ല എന്നാണ് മറ്റൊരു ഘടകം. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു പുതുമ വരുമല്ലോ. അപ്പൊ എന്റെ ചോദ്യം അവസാനിച്ചിട്ടില്ല. ഈ 14 ജില്ലകൾ ഇപ്പൊ ഒരുപാട് പേര് ചാറ്റ് ബോക്സിൽ കയറി പോയിട്ടുണ്ട്, മുകളോട്ട് കയറി പോയിട്ടുണ്ട്. ഈ 14 ജില്ലകൾ ഓർഡർ ആയിട്ട് ആർക്ക് പറയാൻ പറ്റുമെന്നുള്ളതാണ്. അവരുടെ പേര് ചാറ്റ് ബോക്സിൽ യൂസ് ചെയ്യാം. കേരളത്തിലെ 14 ജില്ലകൾ ഓർഡർ ആയിട്ട് ആർക്ക് പറയാൻ സാധിക്കും? ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുക. ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുക, പേര് ടൈപ്പ് ചെയ്യുക, അതിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്തെടുക്കും. അവരുടെ പേര് പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കില്ല. പേര് ആദ്യം പറഞ്ഞ പേര്, ഒരു മിനിറ്റ്, 14 കഴിഞ്ഞ ആദ്യം കൊടുത്തുള്ളത് ശ്രീനിജ. യെസ്, ശ്രീനിജ മേഡം പറയൂ. ശ്രീനിജ. ഓക്കെ, താങ്ക് യു ഫോർ ദ പ്രിവിലേജ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ചോദ്യം നിങ്ങൾ വിചാരിച്ചിട്ട് ചോദ്യം ചോർന്നു പോയി എന്നുള്ള ചോദ്യം ചോർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ശ്രീനിജ ടീച്ചർ സ്കൂൾ അധ്യാപികയാണ്. അതിന്റെ ഒരു കരുത്തിനെ പ്രകടിപ്പിച്ചത്. ശ്രീ ടീച്ചറെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേടുന്നു. ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി ഡേ ശ്രീ ടീച്ചറാണ്. ശ്രീ ടീച്ചറെ ഒരു ഫോട്ടോ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരാം. കേരളം കാണാൻ പോകുന്ന ശ്രീ ടീച്ചറെ ഇന്ന് സുന്ദരമായ മുഖമായിരിക്കും. താങ്ക് യു വെരി മച്ച്. മറ്റുള്ളവരും നിരാശപ്പെടേണ്ട. നാളെ ഇതിലും വലിയ ചോദ്യം വരുന്നുണ്ട്. ചിലർ ഞാൻ പറയാം, മീ, അതെല്ലാം നമുക്ക് വേണ്ട. പിക്ക് ചെയ്തെടുക്കാൻ അവരുടെ പേര് ടൈപ്പ് ചെയ്യാൻ ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് കേൾക്കാം. ഏതായാലും വളരെ സന്തോഷം. ഇതൊരു ഗെയിം ആയിട്ട് മാത്രം കാണുക കേട്ടോ. ഇപ്പൊ ചിലർ പറയും പത്തനംതിട്ടയുടെ ഒരു ഭാഗം ഇടുക്കിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ടല്ലോ, അപ്പൊ അതല്ല ആദ്യം വരിക. ജസ്റ്റ് എ ഫണ്ണി ഗെയിം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, റൈറ്റ്. അപ്പോ ഇന്നത്തെ നമ്മുടെ മനോഹരമായ മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ അസീസ് വിളംബരം നമ്മുടെ ഷിരോന മേഡം ആണെങ്കിൽ അസീസ് വിളംബരത്തിന്റെ മെസ്സേജ് ഇല്ലാതെ പോകില്ല എന്നുള്ള സംശയമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എൽദോ സാറേ കേൾക്കുന്നില്ലേ? ഞാൻ കുറെ നേരം താങ്കൾ ആദ്യം മുതൽ ക്യാമറ ഓൺ ആക്കിയിരിക്കുക. കേൾക്കുന്നില്ലേ സാറേ? എൽദോ സാർ സാറേ, വിളംബരത്തിന്റെ അവസാനത്തെ മെസ്സേജ് ഒന്ന് വായിച്ചു തുടങ്ങിയാലോ നമുക്ക്? യെസ്. ഹൃദയമൂലയിൽ കുത്തിച്ചാരി വെച്ചിരിക്കുന്ന ഭാരമേറിയ ഭാണ്ഡക്കെട്ടുകൾ കത്തിയെരിയിച്ചപ്പോൾ പഞ്ഞിപോൽ പാറി ഉയർന്നിതാ മമ ഹൃദയം. ശിരോഭാരം കുറച്ചു തന്ന ഷിരോണ മാഡത്തിന് സ്നേഹപൂർവ്വം നന്ദി. അസീസ് വിളംബരം. താങ്ക് യു എൽദോ സാർ. വളരെ മനോഹരമായിട്ട് തന്നെ എൽദോ സാർ അത് വായിച്ചു. കാരണം ഞാൻ അദ്ദേഹത്തെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയ മുതൽ അവിടുന്ന് അദ്ദേഹം അനങ്ങിയിട്ടില്ല എന്നാണ് കൃത്യമായിട്ട് വീക്ഷിച്ചിട്ടുള്ളത്. വൺസ് അഗൈൻ താങ്ക് യു എൽദോ സാർ. താങ്ക് യു വെരി മച്ച്. ഏതായാലും അസീസ് വിളംബരത്തിന്റെ സ്പെഷ്യൽ മെസ്സേജിന് ഒരുപാട് നന്ദി. ഷിരോന മാം, ഇതിനപ്പുറം ഇനി കോഫി ടോക്കിൽ എന്താണ് താങ്കൾക്ക് ലഭിക്കാനുള്ളത്? രാവിലത്തെ ഇന്നലത്തെ യാത്രയുടെ എല്ലാവിധ ക്ഷീണവും ഇതോടുകൂടി മാറി എന്നാണ് കരുതുന്നത്. ഏതായാലും
ഇനി മാഡം വിശ്രമിച്ചോട്ടെ. ഏതായാലും മുഹമ്മദ് ഫാറൂഖ് സാറിനെ പൊളിച്ചു എന്നുള്ള മെസ്സേജോട് കൂടിയിട്ട് തന്നെ നമ്മൾ നിർത്താൻ പോവാണ്. താങ്ക് യു വൺസ് അഗൈൻ, താങ്ക് യു. നമ്മൾ ഇന്ന് സമയം കുറച്ച് അതിക്രമിച്ചിട്ടുണ്ട്. നാളെ ഒന്നും കൂടി സമയം നമ്മൾ ക്രമീകരിക്കും. കാരണം പലരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ജോലിക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ അത് സമയം ഒന്ന് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. വൺസ് അഗൈൻ താങ്ക് യു. പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ഹിഷാം സാർ ലൈനിലുണ്ടോ? ഹിഷാം സാർ അണിയറയ്ക്ക് പുറകിലാണോ? ഇത് പ്രോഗ്രാം ഇവിടെ എത്ര ഭംഗിയായി പോകുന്നുണ്ടെങ്കിൽ ഇതിന്റെ അണിയറയിൽ ഒരു ടീം വർക്ക് തന്നെ ഉണ്ട് കേട്ടോ. കാരണം കൃത്യമായിട്ട് നമ്മൾ ഫ്ലയർ എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ സുനില മാഡം, അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാർ ഓഫ് ദി ഡേ ഭംഗിയായി കൈകാര്യം ചെയ്തിരിക്കുന്ന മനോജ് സാർ, അങ്ങനെ ഒരുപാട് പേരുടെ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ ഒരു ഗ്രൂപ്പ് നമുക്ക് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ട് സാധിക്കുന്നതാണ്. താങ്ക് യു. ഓക്കെ, നവാസ് സാർ ഓക്കെ അല്ലേ? യെസ്. ടുഡേ ഇൻവൈറ്റ് ടു പ്രപ്പോസ് ടു ദി വോട്ട് ഓഫ് താങ്ക്സ് ശ്രീ നവാസ് സാർ. അദ്ദേഹത്തിനെ കുറിച്ച് ഒറ്റ കാര്യം കൂടി പറയണം. അത് രാവിലെ നല്ല തിരക്കിലാണ്. മോനെ ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മോനെ ഉടുപ്പിടിച്ചുകൊണ്ടിരിക്കുക. സ്കൂളിലേക്ക് പറഞ്ഞയക്കാനുള്ള യാത്രയിൽ ഒരുപാട് തയ്യാറെടുപ്പുണ്ട്. അതിന്റെ ഇടയിലും ഈ ഒരു പ്രോഗ്രാം അദ്ദേഹം ഏറ്റെടുക്കുമെന്നാണ് എന്റെ വിശ്വാസം. നവാസ് സാർ, സാർ പ്ലീസ്. താങ്ക് യു ശ്രീ സാർ ഫോർ യുവർ വണ്ടർഫുൾ പ്രിവിലേജ്. തീർച്ചയായും ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഞാൻ പ്രത്യേകിച്ച് ശ്രീ സാറെ ഇതിന് നന്ദി അർപ്പിക്കുകയാണ്. ഇന്നത്തെ ഷിരോണ മാഡത്തിന്റെ എന്താ പറയാ സെഷന് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പൊളിച്ചു, കിടുക്കി, തകർത്തു. നമ്മൾ അൺപാക്ഡ് ബാഗ് എന്നൊക്കെ കേട്ടപ്പോൾ എന്താണ് സംഭവം, ഒരു എന്താ പറയാ, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എന്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്നുള്ളത്. തീർച്ചയായും ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്തുള്ള ഒരു യാത്രയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും എന്നാണ് ഞാൻ ആദ്യം ആ ഇൻട്രൊഡക്ഷൻ കേട്ടപ്പോൾ വിചാരിച്ചത്. പക്ഷെ നമ്മുടെ മനസ്സ്, നമ്മുടെ ജീവിതം എന്ന യാത്രയിൽ നമ്മളൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് സങ്കടങ്ങളും ദേഷ്യങ്ങളും ഇങ്ങനെയുള്ളതൊക്കെ മാറ്റി അതൊക്കെ കത്തിച്ച് കളഞ്ഞുകൊണ്ട് അവിടെ പുതിയ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അതുപോലെ മനുഷ്യ ഗുണങ്ങളൊക്കെ അവിടെ നല്ല ഗുണങ്ങളൊക്കെ അവിടെ ഫില്ല് ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് നടക്കണം, ലൈറ്റായിട്ട് മുന്നോട്ട് പോകണം എന്ന വളരെ നല്ലൊരു സന്ദേശമാണ് ഷിരോണ മാഡം നൽകിയത്. എന്ന് മാത്രമല്ല അത് വളരെ സുന്ദരമായി അത് പ്രസന്റ് ചെയ്തു. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. അതോടൊപ്പം ഈ കോഫി ടോക്ക് ഒരിടവേള, ഒരു പ്രതിസന്ധിയിൽ അവിടെ നിന്ന് പോകുന്നതിന് പകരം വർദ്ധിച്ച ഒരു ഉത്സാഹത്തോടെയാണ് രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പുണ്ടായത്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. അത് നിന്നുപോയി, എന്തോ കാരണം നിന്നുപോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് പറ്റം നിൽക്കും. സാധാരണ ഒരു പരിപാടിയാണ് നിന്നുപോയത്. പക്ഷെ പുതിയ പുതിയ വിഭവങ്ങളുമായി ഇതിന്റെ അണിയറ പ്രവർത്തകർ ഒരുപാട് വെറൈറ്റി കൊണ്ടുവന്നുകൊണ്ട് ഇതിനെ മുന്നോട്ട് നയിച്ചു എന്നുള്ളത് തീർച്ചയായും അഭിനന്ദനാർഹമാണ്. അതിന്റെ പിന്നിലുള്ള എല്ലാ അണിയറ പ്രവർത്തകരോടും നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് നമ്മളെ ശ്രീ സാറ്, മുജീബ് സാറ്, അതുപോലെ രേഖ മാഡം, നാഗേഷ് സാറൊക്കെ കഴിഞ്ഞതിനേക്കാളും മുന്നോട്ട് വന്നതായിട്ട് ഞാൻ മനസ്സിലാണ്. എല്ലാ ദിവസവും വളരെ ആക്റ്റീവായിട്ട് നമ്മൾ ഇഷാം സാറ്, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ എന്താ പറയാ വിജയത്തിന് വേണ്ടി എല്ലാ ഇതിന്റെ പ്രേക്ഷകരും ഒരുമിച്ച് കൂടി എന്നുള്ളതാണ് പിന്നെ പുതുതായി കണ്ടത്. ആളുകൾ വർദ്ധിക്കുകയായിരുന്നു. അപ്പൊ എല്ലാവരുടെയും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഇത് ഉപസംഹരിക്കുകയാണ്. ഓവർ ടു ചെയർമാൻ ശ്രീ സർ. താങ്ക് യു നവാസ് സാർ. താങ്കളുടെ വിലയേറിയ മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് പേരെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നവാസ് സാർ നമ്മുടെ ജൈത്രയാത്രയിൽ അദ്ദേഹം ജോലി സ്ഥലത്താണെങ്കിലും പലപ്പോഴും നമ്മുടെ കഴിഞ്ഞ വർഷമൊക്കെ എന്നും അദ്ദേഹം ജോലി സ്ഥലത്തായിരിക്കും. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ക്യാമറ ഓൺ ആക്കി വെച്ച് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നവാസ് സാർ. താങ്ക് യു നവാസ് സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സമയം കുറച്ചും കൂടി നമുക്ക് അധികരിച്ചുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാം. നാളെ നമ്മൾ ഒന്നും കൂടി സമയനിഷ്ഠ പാലിച്ചുകൊണ്ടാക്കി നമ്മൾ മുന്നോട്ട് പോവുക. വൺസ് അഗൈൻ താങ്ക് യു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഈ കോഫി ടോക്കിനെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത് ശരിക്കും ജനഹൃദയങ്ങളിലേക്ക് ഇത് എത്തിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ആക്ച്വലി ഞാനിതിവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരിക്കലും എന്റെ മാത്രം കഴിവല്ല. ഇതിൽ ഹിഷാം ഡോക്ടർ ഉണ്ട്, രാഗ്യാമഡ് ഉണ്ട്, മുജീബ് സാർ ഉണ്ട്, പിന്നെ 2 ലോ പ്രസിഡന്റുമാരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ആ ഒരു ആത്മാർത്ഥ ഡെഡിക്കേഷനും ശരത്തും നമ്മുടെ സുനില, ഇവരൊക്കെ ആ ഒരു ആത്മാത്മാരുടെ ഡെഡിക്കേഷന്റെ പുറത്ത് തന്നെയാണ് ഈ പ്രോഗ്രാം ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഒരൊറ്റ കാര്യം സന്തോഷമുണ്ട്, നമ്മൾ മുന്നേ റീലോഡ് ചെയ്യുമ്പോൾ ശരിക്കും അതിന്റെ ഇരട്ടി ആളുകൾ എത്തിച്ചേർന്നുള്ളതാണ്. 83 പാർട്ടിസിപ്പൻസ് ഇന്ന്. 83. ഓക്കെ താങ്ക് യു. ത്രൂ ഔട്ട് ദി സെഷൻ ഫ്രം സ്റ്റാർട്ട് ആൻഡ് 80 ആള് ഫുൾ ലാസ്റ്റ് വരെ അറ്റൻഡ് ചെയ്ത്. ഞാനത് നോട്ട് ചെയ്തുകൊണ്ടേ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പിന്നെ നമുക്ക് വർക്ക് ഉണ്ടായില്ല, അപ്പൊ എല്ലാവർക്കും ജോലിക്ക് പോണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് അവസാനം കുറച്ച് പേര് ഇറങ്ങുന്നത്. ഓക്കെ റൈറ്റ്. ഏതായാലും വളരെ സന്തോഷം. ഷിരോണ മാം, വൺസ് അഗൈൻ താങ്ക് യു. താങ്കളുടെ ഡെഡിക്കേഷന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. ഷിരോണ മാം, മറ്റെന്തെങ്കിലും സൂചിപ്പിക്കാനുണ്ടോ?
ഇല്ല സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓപ്പർച്യൂണിറ്റി ശിരോമ. താങ്ക് യു. വണ്ടർഫുൾ സെഷൻ. യാമിന ടൈം ലിമിറ്റ് കൊണ്ട് അധികം പറഞ്ഞിട്ടില്ല. നല്ലൊരു സെഷനാണ്, എല്ലാവർക്കും വേണ്ട സെഷനാണ്. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ ശിരോനാമൻ, താങ്ക് യു. അപ്പൊ ശിരോനാമൻ നമ്മുടെ വീണ്ടും ഈ ജൈത്രയാത്രയിൽ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ ഇന്ന് ഇവിടുത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ നമുക്ക് മനോഹരമായ ട്രെയിനറുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും അദ്ദേഹത്തിന് ഒരുപാട് നന്ദി. ദി 7 AM കോഫി ടോക്ക് ഓൺലൈൻ പ്രോഗ്രാം ഈസ് അഡ്ജൻ. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ഡേ ടു ഓൾ. ബൈ ബൈ. സീ യു. ബൈ. താങ്ക് യു ശിരണ മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ 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 ബൈ. ബൈ 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 ബൈ. ബായ് പറയില്ല, ആരും പോകുന്നില്ല ഇന്ന്. ഞാനിങ്ങനെ നോക്കിയിരുന്നു, ബായ് ഒരുപാടാണ് പറയണ്ടേ, പക്ഷെ ആരും ഇറങ്ങി പോകുന്നില്ല. അതല്ല, ഞങ്ങള് കൂട്ടുകാരൊക്കെ കൂടുമ്പോഴേ ഒരുമിച്ച് പിരിയറ. കാരണം ഒരാള് പിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പ അവനെ പിടിച്ച് തിന്നും. അതുകൊണ്ട് എല്ലാരും ഒരുമിച്ച് പിരിയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യലാണ്. അലകുടി സാർ ഒന്നും മിണ്ടാണ്ടിരിക്കേ. ഞാൻ എന്താ വിചാരിച്ചറിയോ, നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് കേട്ടിരിക്കാൻ. ബാഗ് പാക്ക് ചെയ്യല് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ്. എന്തെങ്കിലും ഒന്ന് എവിടേക്കെങ്കിലും ഇനി പോകുമ്പോഴെങ്കിലും നല്ലപോലെ ഒന്ന് ബാഗ് പാക്ക് ചെയ്യാൻ പഠിപ്പിച്ചിരുന്ന വിചാരിച്ചിരുന്നത്. പക്ഷെ ഇത് ആകെ കണ്ട് മാറി, എവിടേക്കൊക്കെയോ എത്തി. എന്തായാലും നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. നീ തുടങ്ങിക്കോളി മറ്റേ കൃഷ്ണ. ശ്രീജി സാറേ, ഞാൻ ആ ക്വസ്റ്റ്യൻ കേട്ടില്ല കേട്ടോ. ഞാൻ അപ്പൊ എനിക്ക് എന്തോ ഒരു ഫെയിലർ വന്നു പ്രോഗ്രാമിൽ. എന്തായിരുന്നു? അതൊന്ന് അലോകിട്ട് സാർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. എന്തായിരുന്നു പടച്ചോനെ, ഇപ്പൊ അങ്ങനെയാ? നിങ്ങള് ബാഗിന്റെ ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങിയില്ല മനുഷ്യൻ. പറയാം. കേരളത്തിൽ എത്ര ജില്ല ഉണ്ട് ചോദിച്ചു. എല്ലാരും ഉണ്ട് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. 14. അടുത്ത ചോദ്യം, അത് ഓർഡറിൽ പറയാൻ പറ്റുന്ന എത്ര ആൾക്കാരുണ്ട്? ആരുടെ പേരടിക്കാൻ പറയുമ്പോ ചില ആൾക്കാർ മീ ഐ യു എന്നൊക്കെ അടിച്ചു തന്നെ. പേരടിക്കാൻ എന്നാ അലവിക്കുട്ടി എന്നൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ എത്ര സ്പെല്ലിംഗ് അടിക്കണം? ഇത് മീ എന്ന് പറയുമ്പോ 2 അടിച്ചാൽ മതിയല്ലേ? എന്താ ഉടായ്പിന്റെ ഉസ്താദാണ്. അതല്ല, അതായത് സുന മാഡം ഭയങ്കര രസം എന്ന് വെച്ചാല് 14 അതല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ 28 അടിച്ചു തുടങ്ങി. ഇവരറിയാതെ ഇല്ല കൂടി അത് നോക്ക്. 14, 28 ഉണ്ട്, 16 ഉണ്ട്. 28 കടിച്ചതാരാ? അല്ലേ നിങ്ങൾ പറഞ്ഞല്ലോ, അതല്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് ദൈവമേ, ഞാൻ അറിയാതെ കൂടി പോയിട്ട് 28 കടിക്കുന്നുണ്ട്. ശരിക്കും എത്രയാണ്? അത് വളരെ നന്നായി. അത് വളരെ നന്നായി. തൃശ്ശൂർ എന്തായാലും ഉണ്ട്. തൃശ്ശൂരിനെ വിട്ടിട്ടില്ല. തൃശ്ശൂർ എന്തായാലും ഉണ്ട്. തൃശ്ശൂരിനെ വിടാൻ പറ്റില്ലല്ലോ. തൃശ്ശൂർ ആരെ കൊണ്ടുപോയിക്കണല്ലോ. നല്ല ചോദ്യമാണ് മനോജ്. നല്ല ചോദ്യമാണ് മനോജ് സാർ ചോദിക്കുന്നത്. എത്ര ഉണ്ട്? ആക്ച്വലി എത്ര ഉണ്ട് ഇപ്പോ? അതാ ക്വസ്റ്റ്യൻ ചോദ്യം പ്രിപ്പയർ ചെയ്ത ആളുടെ ചോദ്യമാണ്. ആക്ച്വലി എത്ര ഉണ്ട്? അത് സംശയം തീർക്കാൻ വേണ്ടി ചോദിച്ചാണ്. സംശയം ഉണ്ട് നമുക്ക്. ഞാൻ നോക്കുമ്പോണ്ട് ചോദ്യം ചോദിച്ചേക്ക് ഓരോരുത്തർ ഗൂഗിൾ ചെയ്ത് കൊടുക്കുന്നു. കാരണം ക്യാമറ നമുക്ക് അനക്കുമ്പോ പെട്ടെന്ന് അറിയാലോ.